ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അബിയ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സവിതാ മാതാജി. ഹരേ കൃഷ്ണ ലൈല മാതാജി. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ ഉത്തമ ഹരേ ഭക്തി കൃഷ്ണ. രോഹിണി ദേവി ദാസി മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പിന്നെ നമുക്കറിയാലോ, പുരുഷോത്തമ മാസത്തിന്റെ ആചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അത് എല്ലാവരും വീട്ടിൽ ആചരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അടുത്ത വ്യാഴാഴ്ചയാണ് ഇനി രണ്ടാമത്തെ ഏകാദശി പുരുഷോത്തമ മാസത്തിലെ. പിന്നെ ഭഗവത്ഗീത 15-ാമത്തെ അധ്യായം 12-ാമത്തെ അധ്യായം രണ്ടും 20 ശ്ലോകങ്ങൾ വീതമേ ഉള്ളൂ. 12-ാമത്തേത് ഭക്തിയോഗം. അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ എന്താണ് പിന്നെയുള്ളത്? ചൗരാഷ്ടകം, നന്ദനന്ദനാഷ്ടകം, ജഗന്നാഥാഷ്ടകം, അങ്ങനെയുള്ള അഷ്ടകങ്ങള്, തുളസി പൂജ, തുളസി ദാനം, തുളസി സേവ, തുളസി ആരതി, തുളസി പ്രദക്ഷിണം, ദാനം ചെയ്യുക ബ്രാഹ്മണർക്കും അല്ലെങ്കിൽ മറ്റുള്ള അർഹതപ്പെട്ട ആൾക്കാർക്കും. പിന്നെ ഭഗവത് പ്രസാദം കഴിക്കുക, ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങള് വെടിയുക, അങ്ങനെയുള്ള പല പല ത്യാഗങ്ങളും ഒക്കെ ചെയ്യേണ്ട സമയമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി അതിലേക്ക് കിടക്കുന്നില്ല. എന്നുള്ള സമയം കുറവായതുകൊണ്ട് നമ്മൾ നേരെ ഭഗവത്ഗീതയിലേക്ക് കിടക്കാണ്. എത്രാമത്തെ ശ്ലോകം എന്നെടുക്കേണ്ടത്? 5:19. 19 അല്ലേ? അപ്പൊ നമ്മളൊരു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഒരു ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമായിരുന്നു, 18. ആ ശ്ലോകം കാണാതെ പഠിക്കേണ്ടെന്ന് ആരെങ്കിലും കാണാതെ പഠിക്കാൻ ശ്രമിച്ചായിരുന്നോ? അത് പഠിക്കില്ല. വിദ്യാവിനയ സമ്പന്നെ വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ കേവി ഹസ്തിനെ ശൂനി ചൈവ സ്വഭാഗേ ച പണ്ഡിത സമദർശിന. പണ്ഡിത സമദർശൻ. ഞാനിത് കാണാതെ അറിയാൻ വയ്യാതെ കാരണം മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ റെഫർ ചെയ്യുമ്പോൾ 5:18 ഞാൻ ഇത് കാണാതെ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പണ്ഡിത സമദർശന എന്ന് പറയാറുള്ളൂ. എന്റെ തുടക്കം എങ്ങനെയാണ്? വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗേവി ഹസ്തിനി ശുനി ചൈവ സ്വഭാഗേച പണ്ഡിത സമദർശന. സമദർശിന, അതായത് ഒരു പണ്ഡിതനായിട്ടുള്ളൊരു വ്യക്തിയെ എന്ന് നമ്മള് ആരാണ് സംസാരിക്കുന്നത്? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കുക. കാര്യം ഞാൻ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം വരുന്നുണ്ട്. നിങ്ങൾ അതിന് പകരം മ്യൂട്ട് ചെയ്തിട്ടിരുന്ന് നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിരിക്കുവാണെങ്കിൽ ക്ലാസ് എടുക്കാനായിട്ട് എന്താണ് ഒരു റെസിപ്രോക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം നടക്കും. അതിന് പകരം അവിടെ മ്യൂട്ട് ഓൺ ആക്കി വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിലെ ശബ്ദം മുഴുവൻ ഇവിടെ വരികയാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ എന്താ പറയാൻ വന്നത് മറന്നുപോയി. അപ്പൊ അപ്പൊ അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയും നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലിനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാന ഉള്ളവരായ വിനയാന്വിതരായ പണ്ഡിതർ വീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവരെയും സമഭാവനയോടുകൂടി കാണാനായിട്ടാണ് കൃഷ്ണാബോധം നമ്മളെ പ്രാക്ടീസ് ചെയ്യുന്നത്. പണ്ഡിതനെന്നോ പാമരനെന്നോ ഉയർന്ന ആളെന്നോ സാധാരണക്കാരാണെന്നോ ഒരു മൃഗം ആണ്, അല്ലെങ്കിൽ ഞാൻ ഭഗവത്ഗീതയില് ഭാഗവതത്തിന്റെ ക്ലാസ്സിൽ പോയപ്പോഴത്തേന് അവിടെ പറഞ്ഞു. അതായത് ക്ലാസ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. വരാഹ അവതാരത്തിന്റെ ആയിരുന്നു 3-ാമത്തെ സ്കന്ധത്തിൽ. അപ്പം നമ്മൾ ആൾക്കാരൊക്കെ വിചാരിക്കുന്നു, സാധാരണക്കാരൊക്കെ പറയുന്നു, ഭഗവാൻ ഒരു പന്നിയുടെ രൂപത്തിലല്ലേ വന്നത്, ഒരു പന്നി ഒരു താഴ്ന്ന ഒരു ഇതിൽപ്പെട്ട ഒരു ജീവിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു മോശമായിട്ടുള്ള രീതിയിൽ കാണാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെ കൃഷ്ണാവബോധം പരീക്ഷിക്കാം? ഭഗവാന്റെ സൃഷ്ടിയിലാണ് ഇതെല്ലാം അല്ലേ. ഭഗവാൻ മോശമായിട്ടുള്ള ഒരു ജീവിയുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കാതിരിക്കുന്നുണ്ടോ? മോശമായ ഒരു ജീവിയാണെന്ന് ആ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഈവൻ ഭഗവാൻ ഒരു കൃമിയുടെ രൂപത്തിലാണ് വന്നതെങ്കിൽ കൂടി കാര്യം ഭഗവാൻ എന്താണ്, ഈ ശരീരം എന്ന് പറയുന്നത്
പല ശരീരങ്ങളുണ്ട്. ഇത് മുഴുവൻ ഭഗവാന്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ച ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ സൃഷ്ടിയാണ് അല്ലേ. അപ്പൊ നമ്മളെല്ലാം കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വേറെ വേറെ ഉടുപ്പുകൾ എടുക്കുന്നത് അല്ലേ. ഓരോരുത്തരും ഓരോ കർമ്മഫലത്തിന്റെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്നായേനെ അല്ലേ. നമ്മളെല്ലാം ഭഗവാന്റെ ധാമത്തിലായിരുന്നു. നമ്മളെല്ലാം പലരുടെയും കർമ്മഫലങ്ങളുടെ വ്യത്യാസവും ഭഗവാനുമായിട്ടുള്ള ആ ഒരു നേരത്തെയുള്ള റിലേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ജന്മം എടുക്കുന്നത്. ഈ സത്സംഗത്തിലേക്ക് വന്നു ചേരാനും ചെയ്ത് നമ്മൾ ഏതോ ജന്മത്തിൽ ചെയ്ത ഒരു പുണ്യത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ സത്സംഗത്തിലൊക്കെ വരാനും ഇപ്പോഴും നിലനിൽക്കാനും പറ്റുന്നത്. വരാൻ എളുപ്പമാണ്, പോകാൻ അതിലപ്പുറം എളുപ്പമാണ്. പക്ഷെ നിലനിന്ന് പോവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ. നിങ്ങൾക്കും അത് മനസ്സിലാകുന്ന കാര്യമാണല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പണ്ഡിതനെ എന്താണ് എല്ലാവരെയും ഒരേപോലെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ വരാഹം വന്നത് എവിടുന്നാണ്? ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നാണ് വന്നത് അല്ലെ. ബ്രഹ്മദേവന് പോലും അറിയത്തില്ല മൂക്കിൽ നിന്ന് വന്നു കഴിഞ്ഞു ഇത് ആരാണെന്ന് ഓർത്ത് അതിശയിച്ചു. അങ്ങനെ ആ വരാഹ അവതാരത്തെ പറ്റിയുള്ള ഇതാണ് ഞാൻ ഇന്ന് ക്ലാസ് കേട്ടത്. അപ്പം ആ ഒരു ഒരു പന്നി എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഭഗവാൻ ഒരു പന്നിയുടെ രൂപം എടുത്തു. ഭഗവാൻ ഏത് രൂപം എടുക്കാം അല്ലെ. ഏത് രൂപം നമ്മൾ ആ രീതിയിൽ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ലല്ലേ? കൃമിയായിട്ടോ പന്നിയായിട്ടോ മരമായിട്ടോ ഈച്ചയായിട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ് അല്ലെ. അത് ഭഗവാനാണ്. ഭഗവാൻ എന്ന് പറഞ്ഞ ആ ശരീരം അല്ലെങ്കിൽ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. മെറ്റീരിയലി ആ ഉടുപ്പിന്റെ അതിൽ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഭഗവാൻ. മത്സ്യമായിട്ട് അവതരിച്ചു, കൂർമ്മമായിട്ട് അവതരിപ്പിച്ചു, വരാഹം, നരസിംഹം, അങ്ങനെ എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തു. അതായത് കടൽ തീരത്തെ മണൽത്തരികൾ വേണമെങ്കിൽ എണ്ണാം, പക്ഷെ ഭഗവാൻ എടുത്ത അവതാരങ്ങൾ എണ്ണാൻ സാധ്യമല്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ അതുപോലെ അവതാരങ്ങൾ എടുത്തു. അതിനെപ്പറ്റി കാണാനോ മനസ്സിലാക്കാനോ അറിയാനോ ഒന്നും നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പ്രാപ്തരല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ് ഈ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിനകത്തൂടെ സ്ക്രിപ്ചേഴ്സിൽ കൂടെ ഒക്കെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൂടെ കാര്യം അത്രയൊന്നും വിപുലമല്ല. കാര്യം ഇത്രയും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ നയിക്കുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പക്ഷെ നമുക്ക് ചിന്തിക്കാനൊക്കെ വേണ്ടിയിട്ട് മാത്രം ഭഗവാൻ എന്താണ് ദ്വിഭുജ ശ്യാമസുന്ദര രൂപത്തിലും പ്രകടമാണ്. ഒരേ രൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചാകാരനായിട്ടുള്ള ഭഗവാൻ. അതേ ഭഗവാൻ തന്നെ നമ്മളുടെ ഹൃദയത്തിലെല്ലാം പരമാത്മാവായിട്ടിരിക്കുന്നു. അതേ ഭഗവാൻ അസംഖ്യം വൈകുണ്ഠ ലോകങ്ങളിൽ വിരാജിക്കുന്നു. അതേ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഗോലോക വൃന്ദാവനത്തിൽ ഗോവിന്ദനായിട്ട് ദ്വിഭുജ മുരളീധര ത്രിഭംഗ ശ്യാമസുന്ദര രൂപത്തിൽ വിരാജിക്കുന്നു അല്ലെ. അത് ഭഗവാന് മാത്രമേ കഴിയുള്ളൂ ഇങ്ങനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ട് ഇരിക്കാനായിട്ട് അല്ലെ. നമുക്ക് ആർക്കും പറ്റത്തില്ല. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ സൃഷ്ടിയിലുള്ള ഒരു കാര്യത്തിനും, അതായത് ഒരു ചരങ്ങളോ അചരങ്ങളോ ഒന്നും മോശമല്ല. ഒരു സ്ഥലവും ഈ ഭൂതലത്തിലുള്ള ഒരു സ്ഥലവും മോശമായിട്ട് ഒരു സ്ഥലവും ഇല്ല അല്ലെ. മാലിന്യം എന്നോ നല്ലതെന്നോ മോശമെന്നോ ഒന്നുമില്ല. എല്ലാം തന്നെ ഭഗവാന്റെ സൃഷ്ടിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നും, അതായത് നമ്മളുടെ ഒരു ഒരു മരണം കഴിഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥ എന്താണ്? നമ്മളെ ഈ ശരീരത്തിൽ നിന്ന് ഈ ജീവവായു ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? ഇത് കുറച്ച് എന്താണ് മലവും ജലവും രക്തവും എന്താണ് കുറെ ഇതെല്ലാം നിറഞ്ഞ ഒരു സംഭവമാണ്. ഒരു വൃത്തികെട്ട സാധനമായി മാറും അല്ലെ. സ്മെല്ല് വരുന്ന പുഴുക്കളായിരിക്കുന്നു അല്ലെ. ഈ ഭഗവാന്റെ അംശം ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമേ ഇതിന് ജീവനുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഇതും നമ്മൾ ആ നേരത്തെ കണ്ട ഒരു കൃമിയെ കണ്ടപ്പോ അയ്യേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മാറി. അതേ കൃമി തന്നെ നമ്മൾ ഈ വലിയ സോപ്പും പൗഡറും ഒക്കെ ഇട്ട് നല്ല മണപ്പിച്ച് നല്ല സ്പ്രേ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ശരീരത്തിലും ഒരിക്കൽ വരും. അപ്പോൾ ഈ അയ്യേ എന്ന് പറയുന്ന നമ്മൾ എവിടെ പോയി? നമ്മുടെ ശരീരത്തിലും ഇതേ സാധനം തന്നെ വരും അല്ലെ. എപ്പോൾ? നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആ ജീവവായു നമ്മളെ വിട്ടു പോകുമ്പോഴത്തേനും അല്ലെ. അതിനെ നമ്മൾ ആത്മാവെന്ന് പറയുന്നു. ആത്മാവ് ജീവവായുവിൽ അലിഞ്ഞാണ് ഇരിക്കുന്ന കാര്യം അതിന് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ നമ്മൾ മോശമെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ശരീരത്തിലും വരും. അപ്പൊ അതുകൊണ്ട് ഒരു ഭഗവാന്റെ സൃഷ്ടിയിലുള്ള ഒരു സംഭവം മോശമായിട്ട് നമ്മൾ കാണുവോ, നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ വെച്ചുകൊണ്ടിരുന്ന നമുക്ക് കൃഷ്ണാബോധം മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അല്ലേ. എന്ന് വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഒരു പാമ്പ് ഇങ്ങനെ കൊത്താനായിട്ട് വന്ന ഭഗവാന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ തൊഴുത് ഇങ്ങനെ നിന്നാ മതിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അത് പുറമെ ഇങ്ങനെ വരും.
അപ്പൊ ആ സമയത്ത് ഭഗവാൻ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലേ, നമ്മൾ മനുഷ്യരാണല്ലോ, മറ്റു ജീവജാലങ്ങളെക്കാളും കുറച്ച് കൂടുതലായിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അത് അവിടെ വെറുതെ ഇരുന്ന് എന്താണ് നരച്ച് പറിച്ച് പോകാൻ വേണ്ടിയിട്ടല്ല ബുദ്ധി തന്നിരിക്കുന്നത്. അപ്പൊ ബുദ്ധിയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കണം അല്ലെ. വീട്ടില് നമ്മളെ കടിക്കാനായിട്ടൊരു തേള് വന്നു, അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ അതിനെ അടിച്ച് കൊല്ലേണ്ടതാണെങ്കിൽ കൊല്ലുക തന്നെ ചെയ്യണം അല്ലേ. കാര്യം നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന സംഭവം നമ്മൾ ഇന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുകയും ചെയ്തത്. എന്നിട്ട് പക്ഷെ അതിന് കർമ്മഫലം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അല്ലെ. അപ്പൊ നമ്മൾ മുഖാന്തരമാണ് അതിന്റെ വിധി പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ എങ്കിൽ നമ്മളുടെ അടുത്ത് തന്നെ അതിനെ കൊണ്ടുപോയിട്ട് തരും, നമുക്ക് അതിന്റെ ഒരു കർമ്മവും കിട്ടും. അപ്പം പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാനോട് പ്രാർത്ഥിക്കണം, ആ ഒരു ആത്മാവിന് ഇങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നു, ഈ ഒരു ആത്മാവിന് എത്രയും പെട്ടെന്ന് ഒരു മനുഷ്യജന്മം കിട്ടാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ കൊലപാതകം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നുണ്ടല്ലേ, അറിയാതെ ചെയ്യുന്നുണ്ട്. വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ എത്രയോ ജീവജാലങ്ങളാണ് ചാകുന്നത് വെള്ളം തിളപ്പിക്കുമ്പോൾ അല്ലെ, സൂക്ഷ്മ ജീവാണുക്കള്. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അടുക്കൽ നമ്മൾ നിവേദിക്കുന്നതും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ ഓരോ ജീവിജാലങ്ങളോടും ചെയ്യുന്ന ആ സഹിഷ്ണുതയുള്ള ആ ഒരു വ്യക്തിയാണ് പണ്ഡിതൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ കുറച്ച് ശ്ലോകങ്ങളും ഒക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് മറ്റുള്ളവരെക്കാളും നന്നായിട്ടൊന്ന് സംസാരിക്കാൻ അറിയാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഒരു പണ്ഡിതൻ ആകില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തികൾക്ക് ഉണ്ടാകുന്ന മിനിമം ക്വാളിറ്റിയിലാണ് മറ്റുള്ളവരോട് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് നന്നായിരിക്കണം, എന്നാലേ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നന്നായിരിക്കണം എന്നുള്ളതാണ് ഇന്ന് അവിടെ എന്നെ ആചാര്യന്മാരെടുത്ത ക്ലാസ്സിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് പോവാണ്. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഇതാണ് കണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിന് വരുന്നതിന് മുൻപ് കഴിഞ്ഞ ശ്ലോകങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടിരിക്കണം, ഒരു 5 മിനിറ്റ് എങ്കിലും എടുത്തിട്ട്. സമയം ആർക്കും ഉണ്ടാകില്ല എന്നുള്ള വാസ്തവം. ഒരു 5 മിനിറ്റ് അതിന്റെ ശ്ലോകവും അതിന്റെ വിവർത്തനെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. ഇനി 19ാമത്തെ ശ്ലോകം. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ഇഹൈവ തർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മം തസ്മാത് ബ്രഹ്മാണി തേ സ്ഥിത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. കൃഷ്ണ ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ. ഇഹൈവ തർജിത സർഗേ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപത തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. യേശാം ഏവരുടെ മനസ്സ് സാമ്യേ സമത്വത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ തായി അവരാൽ ഇവ ഏവ ഈ ജീവിതത്തിൽ തന്നെ സർഗ ജനന മരണങ്ങളെ ജയിക്കപ്പെട്ടിരിക്കുന്നു. ഹി എന്തെന്നാൽ ബ്രഹ്മ പരമമായതിനെ പോലെ നിർദോഷവും സമഭാവമാർന്നതുമാകുന്നു. തസ്മാത് അതുകൊണ്ട് തേ അവർ ബ്രഹ്മണി പരമമായതിൽ സ്ഥിതന്മാരാകുന്നു. വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. ആരുടെ മനസ്സ് ഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു. അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ്.
അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ്. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം നമുക്ക് രാധിക മാതാജി. രാധിക മാതാജി അവൈലബിൾ ആണോ? ഹരേ കൃഷ്ണ. പ്രഭു ശ്ലോകം നമ്പർ ഒന്ന് പറയാൻ പറ്റും? ശ്ലോകം നമ്പർ 19. 5:19 ആണ്. 5:19 ഓക്കെ ഓക്കെ. എടുക്കാൻ ഓം നമോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇല്ല 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 5:10. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 5 ശ്ലോകം 19. ഭാവാർത്ഥങ്ങൾ ശ്രീലപ്രഭുപാദ് കി ജയ്. മുൻ പറഞ്ഞതുപോലെ മനസ്സിന്റെ സമനില ആത്മസാക്ഷാത്കാരത്തിന്റെ ലക്ഷണമാണ്. ആ നിലയിലെത്തിയവരെ ഭൗതികാവസ്ഥകളെ, വിശേഷിച്ച് ജനന മരണങ്ങളെ തന്നെ കരുതണം. താനും ശരീരവും ഒന്നാണെന്ന് വിചാരിക്കുന്ന കാലത്തോളം ജീവാത്മാവ് ബദ്ധനായി കരുതപ്പെടുന്നു. ആത്മജ്ഞാനത്തിലൂടെ സമഭാവനയിലേക്ക് ഉയരുമ്പോൾ ആ ബദ്ധയിൽ നിന്ന് മുക്തനാകും. പിന്നെ ആ ജീവന് ഭൗതിക ലോകത്തിൽ പിറവിയില്ല. മരണശേഷം പരമവ്യോമത്തിൽ പ്രവേശിക്കാം. രാഗദ്വേഷങ്ങളില്ലാത്തതിനാൽ ഭഗവാൻ ദോഷരഹിതനാണ്. രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞ ജീവനും അതേവിധം ദോഷരഹിതനും പരമവ്യോമം പോകാൻ അർഹനുമാകുന്നു. അങ്ങനെയുള്ളവരെ മുക്തരെന്ന് കണക്കാക്കാം. അവരുടെ ലക്ഷണങ്ങളാണ് ഇനി പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പം ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നോ അവർ ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു. അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ്. അപ്പം ഈ സമഭാവന എന്ന് പറഞ്ഞ ഈക്വലിസം എന്ന് പറഞ്ഞ നമ്മുടെ ഭൗതികതയിലും ഒരുപാട് അപ്ലൈ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ. നമ്മളെ ഭൗതിക, അതായത് നമ്മള് ഈ ജാതി വ്യവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നിലവിലുണ്ടായിരുന്ന ഒരു കാലം നമുക്കറിയാം. ഇത് ജാതി വ്യവസ്ഥ ഭഗവാൻ ഉണ്ടാക്കിയതല്ല. ഇത് എന്താണ് പറയുന്നത്, ഒരു കൂട്ടം ആൾക്കാര് നമ്മളെ തന്നെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. അതായത് അധീന ശക്തികളൊക്കെ നമ്മുടെ അങ്ങോട്ടേക്ക് എപ്പോഴും വരും അല്ലെ. പണ്ട് യവനന്മാരെന്നൊക്കെ പറഞ്ഞ കൂട്ടര്, അത് കഴിഞ്ഞ് മുഗളന്മാരായി, ഇംഗ്ലീഷുകാരായി, പോർച്ചുഗീസുകാരായി. അവർക്ക് ഇവിടെ മേൽക്കോയ്മ നേടണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ എന്താണ് അവർ ഈ വർഗീയത പറഞ്ഞും മതേതരത്വം പറഞ്ഞും ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് രാഷ്ട്രീയം പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അന്നത്തെ കാലത്ത് എന്തായിരുന്നു ഈ ജാതി വ്യവസ്ഥ. അവർ ഈ ബ്രാഹ്മണരെ ഒക്കെ എന്ത് ചെയ്തു, നിങ്ങൾ മറ്റുള്ള ആൾക്കാരൊക്കെ ഹീന ജാതിയിൽപ്പെട്ടവരാണ്, അവരെ ഒന്നും കൂട്ടരുന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ ബ്രാഹ്മണരൊക്കെ എന്തായിരുന്നു, എല്ലാവർക്കും വിദ്യയൊക്കെ കൊടുത്ത് പിന്നെ ദാനമൊക്കെ സ്വീകരിച്ചു പോയിക്കൊണ്ടിരുന്ന ആ ബ്രാഹ്മണരെയൊക്കെ എന്ത് ചെയ്തു, അവർ മറിച്ച് ചിന്തിച്ച് കൊടുമ്പിരി കൊണ്ട ജാതി വ്യവസ്ഥയിലേക്കൊക്കെ മാറ്റി. അപ്പൊ നമുക്കറിയാം ഇടയ്ക്ക് കുറച്ച് സാമുദായിക ആചാര്യന്മാരുടെയൊക്കെ പിറവി വന്നു. അങ്ങനെ ആ സാമുദായിക ആചാര്യന്മാരൊക്കെ തന്നെ എന്ത് ചെയ്തു, ഈ ഒരു സമഭാവന എന്നുള്ള ലക്ഷ്യം കൊണ്ട്, നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ വന്നു, അയ്യങ്കാളി വന്നു, വിവേകാനന്ദൻ കേരളത്തിലെ ജാതി വ്യവസ്ഥ കണ്ടിട്ട് കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ട് പോയ വ്യക്തിയാണ് അല്ലെ. നിങ്ങൾക്കറിയാം കേരളത്തെ ഭ്രാന്താലയം. കാര്യം ഇവിടെ അതുപോലെ ജാതി വ്യവസ്ഥ കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ബ്രാഹ്മണരൊക്കെ പോകുമ്പോൾ എന്തായിരുന്നു, ഹോയ് 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 എന്ന് പറഞ്ഞ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലെ. ഇതൊക്കെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള വിദേശ ശക്തികളുടെ ആ അമിതമായ ആ ഒരു ബുദ്ധിയിൽ ഉദിപ്പിച്ച സംഭവങ്ങളാണ് അല്ലെ. അവരെന്ത് ചെയ്യും, ഒരു നാട്ടുരാജാവിന്റെ കൂടെ കൂടിയിട്ട് പറയും, മറ്റേയാളെ എതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ, ബലവാനായിട്ട് ഒരാളെ എതിർക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാന്ന് പറയും. അങ്ങനെ ആ ബലവാനായിട്ട് എതിരെ ആളെ കീഴടക്കി അയാളുടെ മുഴുവനും സ്വത്തുവകളെല്ലാം കട്ടെടുത്ത്, രത്നങ്ങളും എല്ലാം കട്ടെടുത്തിട്ട് എന്ത് ചെയ്യും, അവസാനം എന്ത് പറയും, ഇയാളെ തട്ടിക്കളയും, ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളെ. അതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് അയാളുടെ രാജ്യത്തെയും സ്വത്തും എല്ലാം കൊള്ളയടിച്ച് ഇവര് കൊണ്ടുപോയി. ഈ മുഗളന്മാരും ഇംഗ്ലീഷുകാരും ഒക്കെ അപ്ലൈ ചെയ്ത ഒരു തിയറിയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് അല്ലെ. ആ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ആ ഒരു സംഭവം വരുമ്പോൾ ഭഗവാൻ എന്താണ്, ഏത് സമയത്താണ് അവതാരം എടുക്കുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അപ്പം ഭഗവാൻ അങ്ങനെ എന്താണ്, ഈ കലിയുഗത്തിലെ ഇതേപോലെയുള്ള ഒരുപാട് ഈ ജാതി വ്യവസ്ഥകൾ, ഈ മുഗളന്മാരും ഇങ്ങനെ, അതുപോലെ ബ്രിട്ടീഷുകാർ പിന്നെ വരാൻ പോവുകയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കലിയുഗത്തിലെ ധർമ്മം, കുറച്ചു നാളെങ്കിലും ധർമ്മം നിൽക്കണ്ടേ, ധർമ്മം, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്
ഇവിടെ നിന്ന് വിട്ടു പോയ സമയത്ത് ധർമ്മവും ജ്ഞാനവും കൂടെ ആ കൂടെ അങ്ങ് പോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ശ്രീകൃഷ്ണ ഭഗവാൻ അവതാര ലീലകൾ കഴിഞ്ഞ് ഇവിടുന്ന് യാത്ര ആയതോടുകൂടി ധർമ്മവും ജ്ഞാനവും ആ കൂടെ അങ്ങ് പോയി. ധർമ്മവും ജ്ഞാനവും കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സന്തുലനാവസ്ഥ നിൽക്കും? സന്തുലനാവസ്ഥ പ്രകൃതിക്ക് എങ്ങനെയാണ്? ഭൂമിദേവിക്ക് ഒരിക്കലും എന്താണ് അധർമ്മം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്ങി നിൽക്കാൻ പറ്റത്തില്ല. മില്യൺ കണക്കിന് ടണ്ണ് ഭാരം ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റും. പക്ഷെ എവിടെ അസത്യവും അല്ലെങ്കിൽ ധർമ്മവും നീതിയും ഒന്നും ഇല്ലാതാകുന്നു, ആ സമയത്ത് ഭൂമിദേവിക്ക് ഭാരം താങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഭൂമിദേവി എന്ത് ചെയ്യുന്നത്? പലായനം ചെയ്യുന്നത്. അല്ലെ, ഗോരൂപം കൊണ്ടിട്ട് പശുവിന്റെ രൂപത്തിൽ ഓടി ബ്രഹ്മലോകത്ത് ചെല്ലുകയും, ബ്രഹ്മദേവനാണല്ലോ സൃഷ്ടികർത്താവ്, ആ ബ്രഹ്മദേവനെയും കൂട്ടിക്കോട്ടാണ്, റെക്കമെൻഡ് ചെയ്യാനായിട്ട് ആളെയും കൂട്ടിക്കൊണ്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. ക്ഷീരോദശായികായി വൈകുണ്ഠത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് പുരുഷ സൂക്തം എല്ലാം ജപിച്ച് നമുക്കറിയാം ഭഗവാൻ അവതാരം എടുക്കുന്നത്, അല്ലെ. അപ്പൊ ഭൂമിദേവിക്ക് ഇങ്ങനത്തെയുള്ള ഈ അസമത്വം ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനെയൊക്കെ ഭൂമിദേവി എങ്ങനെയാണ്, പ്രകൃതി എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്? ഒരുപാട് ജീവോ ജീവസ് ജീവാനെന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട്, അല്ലെ. ജീവജാലങ്ങളുടെ ഇടയിൽ പ്രകൃതി എങ്ങനെയാണ് ചെയ്യുന്നത്? സസ്യഭുക്കുകളായിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങളാകുമ്പോൾ മരങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു? മുഴുവൻ തിന്നു തീർക്കുന്നു അവരല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു? മാംസഭുക്കുകളായിട്ടുള്ള ജന്തുക്കളുടെ എണ്ണം കൂട്ടിയിട്ട് ഇവരുടെ എണ്ണം എന്താണ് പ്രകൃതി മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചില ജീവജാലങ്ങളൊക്കെ ഈ സിംഹമൊക്കെ ഈ മാംസം കഴിച്ചിട്ട് മുഴുവൻ കഴിക്കത്തില്ല, അല്ലെ. അതിന്റെ ബ്ലഡും കുടിച്ചിട്ട് നല്ല രസമുള്ള കഴിച്ചിട്ട് ഇട്ടേച്ച് പോകും. പിന്നെ എന്താണ് വരുന്നത്? പരുന്തും കഴുകനും ഈ ചെന്നായും ഇതെല്ലാം കൂടെ വന്നിട്ട് എന്താണ് അതിന്റെ എല്ലു മാത്രം ബാക്കിയിട്ടിട്ട് ബാക്കിയെല്ലാം കഴിക്കും. കഴുകനും എല്ലാം കൂടെ വന്നിട്ട്, അല്ലെ. അപ്പൊ പ്രകൃതിയിൽ എന്താണ്? അത് കിടന്നാൽ എന്താണ്? ഭയങ്കര സ്മെല്ലാണ്, അല്ലെ. അത് വരാതിരിക്കാനായിട്ട് എന്താണ് പ്രകൃതി തന്നെ അതിന് വേറെ ജീവജാലങ്ങളെ വിടുക. അതാണ് ജീവോ ജീവസി ജീവാനം, അല്ലെ. ഒരു ജീവി മറ്റൊരാൾക്ക് ഭക്ഷണമായി തീരുകയാണ്. അത് ക്ലീൻ ചെയ്യാനുള്ള നടപടി പ്രകൃതി തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സസ്യബുക്കുകളും മാംസബുക്കുകളും മരങ്ങള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഇത് കൂടാതെ മനുഷ്യർ ഇങ്ങനെ ആധിക്യം വന്നു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു വൈറസിനെ ഇറക്കി വിടും, അല്ലെങ്കിൽ എന്താണ് ഒരു സുനാമി അതുപോലെയുള്ള പ്രളയം കൊണ്ടുവരും. ഇങ്ങനെ പ്രകൃതി ഇതിങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കും. പ്രകൃതിയുടെ നിയമത്തില് ഈവൻ ഭഗവാൻ പോലും ഇടപെടുന്നില്ല, അല്ലെ. ഇവിടെ വൈഷ്ണവരുണ്ടോ, ഭഗവാന്റെ ഭക്തരുണ്ടോ, അങ്ങനെയൊന്നും നോക്കുന്നില്ല. പ്രകൃതിക്ക് വിവേചനരഹിതമായിട്ട് പ്രവൃത്തി ചെയ്യാനായിട്ട് ഭഗവാൻ ഇങ്ങനെ അനുവാദം കൊടുത്തിരിക്കുകയാണ്, അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ ഈ ആചാര്യ പുരുഷന്മാര് ഇടയ്ക്കിടയ്ക്ക് അവതരിക്കുന്നു ഈ ധർമ്മത്തെ അപ്പൊ ധർമ്മവും ജ്ഞാനവും ഭഗവാൻ കൊണ്ടുപോയി. ഭഗവാൻ അപ്പോൾ നാരദമുനിയുടെ ആവേശപ്രകാരം, നാരദമുനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കലിയുഗത്തിലെ ജീവാത്മാക്കളെ ഉദ്ദേശിച്ച്, അതായത് നല്ല വ്യക്തി, പണ്ഡിതരായിട്ടുള്ള വ്യക്തി, ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ എന്തെങ്കിലും 4, 3, 7 കൂട്ടാൻ അറിയാവുന്നിട്ട് പണ്ഡിതരായിരിക്കുന്ന വ്യക്തികളെ പറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നാരദമുനിയെ പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മുൻപത്തെ ശ്ലോകത്തിൽ 18ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പണ്ഡിത സമദർശന, അതുപോലെയുള്ള വ്യക്തികൾക്ക് ഈ ഫോളൻ സോൾസിനെ കണ്ടു കഴിഞ്ഞാൽ, അതായത് അധപ്പതിച്ചിരിക്കുന്ന പതീത ആത്മാക്കളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കൂട്ടി മുൻകൂട്ടി ദർശിക്കാനായിട്ട് പറ്റും, അല്ലെ. കാര്യം ഭഗവാനെ അവിടുത്തെ കൂടി അവിടുന്ന് പോകുന്നത് കൂടി ജ്ഞാനവും ധർമ്മവും എല്ലാം പോയി. ഇനി എന്ത് ചെയ്യും? കലിയുഗത്തിലുള്ള ജീവാത്മാക്കളെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് ആദി കയറിയിരിക്കുക, അല്ലെ. അങ്ങനെ ഒരു വൈഷ്ണവന് മാത്രമേ ഉള്ളൂ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ ഒരു വൈഷ്ണവൻ അതിനെപ്പറ്റി ഒരു കൃതി എഴുതി, അല്ലെ. ആ ഒരു വലിയൊരു കീർത്തനം എഴുതി. അതുപോലെ ഒരു വൈഷ്ണവൻ അതിനെപ്പറ്റി ഒരു കീർത്തനം. ആ കീർത്തനം ആർക്കറിയാവുന്നേ? നല്ലൊരു പാട്ടാണ്. കേൾക്കാൻ പറ്റുന്നില്ല. തുടക്കം എന്താ? വൈഷ്ണവജന തോ തേനി കഹിയേ പേട് തറായി എന്ന് പറഞ്ഞ ആ സ്ലോങ് മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമുള്ള മാതാജിക്ക് അറിയോ? രാധിക മാതാജി അത് പ്രഭു ആരോ എഴുതിയത് പറഞ്ഞില്ലേ, വലിയൊരു അദ്ദേഹം വലിയൊരു അത് എഴുതിയത് ഒരു പരമഭക്തനായ നരസിംഹത്തെയാണ് എഴുതിയത്. പ്രഭു അന്ന് ഗുജറാത്തി പറഞ്ഞിരുന്നത്. അതെ, ഒരു ഗുജറാത്തി കവിയായിട്ടുള്ള, അതായത് വൈഷ്ണവർക്ക് മാത്രമേ ഉള്ളൂ എന്താണ് വൈഷ്ണവ ജനതകള് അവരുടെ നന്മ ഒരിക്കലും ആഗ്രഹിക്കില്ല. അവർ മറ്റുള്ളവരുടെ നന്മ, പ്രപഞ്ചം മുഴുവനുള്ള ആൾക്കാരുടെ നന്മ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ, അത് വൈഷ്ണവരാണ്. അതാണ് വൈഷ്ണവ ജനതവും തേനെ കഹിയേജ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയത്, അല്ലെ. അപ്പൊ അത്രയ്ക്ക് വൈഷ്ണവര് ചിന്തിക്കുന്നു. പണ്ഡിത സമദർശന. അപ്പൊ നാരദമുനി ഇതിനെപ്പറ്റി ചിന്തിച്ചു. ഇനി വരാൻ പോകുന്ന എന്താണ്? വലിയ അപകടമാണ് വരുന്നത്. കലിയുഗമാണല്ലേ. അപ്പൊ കലിപുരുഷൻ അങ്ങോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ, അച്ഛൻ, മക്കള്
അങ്ങനെ ഒന്നും നമ്മൾ ബന്ധുജനങ്ങളെ മറ്റുള്ള ജീവജാലങ്ങളൊന്നും ഇല്ല അല്ലെ. നമുക്കിപ്പം അത് പല സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പല പല അനുഭവങ്ങളിൽ കൂടെ, മീഡിയയിൽ കൂടി അല്ലേ. അപ്പൊ അതുകൊണ്ട് നാരദമുനി ചോദിച്ചു, ഭഗവാൻ പറഞ്ഞു ഞാൻ അതിനായിട്ട് എന്താണ് എന്നെ തന്നെ ഞാൻ ശ്രീമദ് ഭാഗവതമായിട്ട് തന്നിട്ട് പോവാണെന്ന് പറഞ്ഞില്ല. ഈ ധർമ്മവും ജ്ഞാനവും ഒക്കെ വീണ്ടെടുക്കുന്ന ഏതിൽ കൂടെയാണ്? ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ. അപ്പം അതിനും ഒരു ലിമിറ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 500 വർഷങ്ങൾക്ക് മുൻപേ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിട്ട് ഇന്നിന് ഈ കലിയുഗത്തിലുള്ള ജനങ്ങളെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം എന്താണ് നാമസങ്കീർത്തനം ഉപദേശിച്ചു കൊടുത്തു എല്ലാവർക്കും അല്ലെ. എന്താണ് നാമസങ്കീർത്തനം? അദ്ദേഹം പറഞ്ഞ ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലവു നാസ്തിയവ 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 ഗീതിരന്യത. കലിയുഗത്തിൽ നാമസങ്കീർത്തനം അല്ലാതെ മറ്റൊരു കാര്യം ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു ശ്ലോകം എന്താണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്? ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ പറ്റി. ഗൗരവർണം തുഷാകൃഷ്ണം, അങ്ങനെയാണോ? അല്ല, കൃഷ്ണവർണം തുഷ അകൃഷ്ണം സാങ്കോപാങ്കാസ്ത പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായീർ യജന്തസി സുമേധസ. ഇതിലാണ് ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി ഈ ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകം. എന്താണ്? കൃഷ്ണവർണം. കൃഷ്ണവർണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണന്റെ ഗോത്രത്തിൽ പെട്ടിരിക്കുന്ന ആള്, അല്ലെങ്കിൽ കൃഷ്ണന്റെ സമുദായത്തിൽപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ സാക്ഷാൽ കൃഷ്ണൻ തന്നെ. കൃഷ്ണവർണം, ഒരേ വർണ്ണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറം അല്ല ആ വർണ്ണം സംസ്കൃതത്തിൽ പറയുന്നത് അല്ലെ. കൃഷ്ണന്റെ ഗോത്രത്തിൽപ്പെട്ട ആള് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെ. തുഷ അകൃഷ്ണം, പക്ഷെ അദ്ദേഹത്തിന് നിറശകലം വ്യത്യാസമുണ്ട്. അകൃഷ്ണമാണ്. കൃഷ്ണന്റെ കളറിന്റെ ഓപ്പോസിറ്റ് കളർ എന്താണ്? സ്വർണ്ണവർണം. അദ്ദേഹം കറുത്ത വർണ്ണത്തിലായിരുന്നു, ശ്യാമവർണ്ണത്തിലായിരുന്നു. ഇത് എന്താണ്? സ്വർണ്ണവർണ്ണത്തിലാണ്, അല്ലെങ്കിൽ പീതവർണ്ണത്തിലാണ് അവതരിച്ചത്. തുഷ അകൃഷ്ണ സാങ്കോ പാങ്കാസ്ത പാർഷദം, എന്താണ്? സംഘം ചേർന്നിട്ടാണ് അദ്ദേഹം അവതരിച്ചത്, പാർഷദന്മാരോടുകൂടി. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരായുധം ഉണ്ടായിരുന്നു. ആ ആയുധം എന്തായിരുന്നു? നാമസങ്കീർത്തനമാണ് അല്ലെ. സുദർശനോ ശംഖചക്ര ഗദാപത്മോ ആയിട്ടല്ല അവതരിച്ചത് അല്ലെ. നാമസങ്കീർത്തനം എന്ന ആയുധത്തോടു കൂടി, പാർഷദന്മാരോടുകൂടി. അദ്ദേഹത്തിന്റെ പാർഷദന്മാർ ആരൊക്കെയായിരുന്നു? ഒരുപാടുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള ആരൊക്കെയാണ്? നിത്യാനന്ദ പ്രഭു, അദ്വൈത മഹാചാര്യ. പഞ്ചതത്വങ്ങൾ അല്ലെ. നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, ഗദാധര പണ്ഡിറ്റ്, ശ്രീവാസ് ഠാക്കൂർ പണ്ഡിറ്റ് അല്ലെ. സാങ്കോപ യജ്ഞേ സങ്കീർത്തന പ്രായേർ യജന്തസി സുമേധസ. അപ്പോ അദ്ദേഹം വിഭാവനം ചെയ്ത പ്രസ്ഥാനം ഏതാണ്? സങ്കീർത്തന പ്രസ്ഥാനം. ഒരാള് ചെയ്യുന്ന പ്രാർത്ഥന എന്താണ്? കീർത്തനം എന്നാണ് പറയുന്നത് അല്ലെ. ഒരാള് ചേർന്ന് കഴിഞ്ഞാൽ ഹരിനാമ കീർത്തനം, അതായത് സംഘം ചേർന്ന ആൾക്കാര് പ്രാർത്ഥിക്കുന്നതിനെയാണ് പറയുന്നതിന് സങ്കീർത്തനം എന്ന് പറയുന്നത്. സംഘം ചേർന്ന് ഒരു കൂട്ടർ. അതുകൊണ്ടാണ് സത്സംഗത്തിൽ വരുന്നതിന്റെ ഇമ്പോർട്ടന്റ് പറയുന്നത് അല്ലെ. നമ്മൾ നാമജപം ഒറ്റയ്ക്ക് ഇരുന്ന് ജപിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ എന്താണ് കുറച്ചു പേരുടെ കൂടെ ഇരുന്ന് ജപിക്കുന്നത്. അതിന്റെ എഫക്റ്റ് ഭയങ്കരമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഓൺലൈൻ ചാൻഡിങ്ങിൽ പല ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ്? സംഘം ചേർന്ന് ജപിക്കുന്നതിന് ഭയങ്കര പോയിന്റ് ആണ്, മാർക്ക് കൂടുതലാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഗ്രേസ് മാർക്ക് ഇട്ട് ഇവർ തരും, ആചാര്യന്മാരൊക്കെ, ഇവിടുത്തെ ലീഡേഴ്സ് ഒക്കെ. ഗ്രൂപ്പ് ചാൻഡിങ്ങിന് മാർക്ക് കൂടുതലാണ്. നമ്മൾ ഒറ്റയ്ക്ക് എത്ര റൗണ്ട് ജപിച്ചു, സംഘം ചേർന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചാൻഡിങ്ങിൽ ഓൺലൈനിൽ എത്ര പേര് ജപിച്ചു. അപ്പൊ ഗ്രൂപ്പ് ചാൻഡിങ് ചെയ്യുന്നവർക്ക് ഗ്രേസ് മാർക്ക് കൂടുതലാണ്. ഒറ്റയ്ക്ക് ജപിക്കുന്നതിനേക്കാളും മാർക്ക് അവിടെ ഇരുന്നാൽ കൂടുതലാണ് അല്ലെ. നമ്മൾ ഇവിടെ ജപിക്കുന്നതിനേക്കാളും കുറവ് അവിടെ ഇരുന്ന് ജപിച്ചാൽ എല്ലാം എന്താണ് മാർക്ക് വരുമ്പം സെയിം ആയിട്ടേ വരുള്ളൂ. മനസ്സിലായില്ലേ? അതിനും ഗ്രേസ് മാർക്ക് കൂടുതലുണ്ട്. അപ്പം ബുദ്ധി ഉള്ള ആൾക്കാർ കലിയുഗത്തിൽ എന്താണ് ചെയ്യുന്നത്? അവർ ഈ വളഞ്ഞ വഴി സംസ്കൃതം കാണാതെ പഠിക്കാനും ബൈഹർട്ടാക്കാനും ശ്ലോകങ്ങൾ ബൈഹർട്ടാക്കാനൊന്നും പോകത്തില്ല. അവരെന്താണ്? ബുദ്ധിയുള്ള ആൾക്കാർ കലിയുഗത്തിൽ നാമസങ്കീർത്തനം ഫോളോ ചെയ്യും. അപ്പൊ അത് ഫോളോ ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ എന്താണ്? ബുദ്ധി നന്നേ കുറവാണ്. അപ്പൊ നിങ്ങളെല്ലാവരും വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. വളരെ ഇത് മനസ്സിലാക്കി, അതായത് മറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് റോക്കറ്റ് വിക്ഷേപിക്കാനൊക്കെ ബുദ്ധിയുണ്ട്. പക്ഷെ ഇതാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗം അറിയാവുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. ഈ ഒരു വിദ്യ, അല്ലെങ്കിൽ ഈ ഒരു വിദ്യ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ നിന്ന് എങ്ങനെ ഡെലിവർ ആകാൻ പറ്റൂ എന്ന് ഉള്ള ആൾക്കാരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാര്. നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഏതെങ്കിലും ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ഒരു തർക്കശാസ്ത്രത്തിൽ വിജയിച്ചു, അല്ലെങ്കിൽ കുറെ ഡോക്ടറേറ്റ് PhD എടുത്ത ആൾക്കാരാണ് ബുദ്ധിമാൻ എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലെ. പക്ഷെ യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ്? ഞാൻ ആരാണ്? ഞാന്
എന്തിനാണ് ഇവിടെ വന്നത്, ഞാൻ എന്തുകൊണ്ട് ഇവിടെ അകപ്പെട്ടു പോയി, എനിക്കിനി ഇവിടുന്ന് പോകാനായിട്ട് എന്താണ് ഒരു ഉപാധി, ഞാൻ എവിടേക്കാണ് പോകേണ്ട സ്ഥലം, ഞാൻ എവിടെ നിന്ന് വന്നു, അതിന് പോകാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ചെയ്താൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റും, എന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ ബുദ്ധിയുള്ള ബുദ്ധിമാന്മാര്. അല്ലാത്ത ആൾക്കാരെന്താണ്, മെറ്റീരിയലി ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നു, അതിനു വേണ്ടിയിട്ട് ഗവേഷണം നടത്തുന്നു. മെറ്റീരിയൽ ആയിട്ടുള്ള എത്ര സംഭവം ശാശ്വതമായിട്ടുണ്ട്? ഇന്ന് നമ്മൾ ഇരിക്കുന്ന സ്ഥലം നാളെ കാണുമല്ലോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഈ സ്ഥലത്തിനെ പറ്റി ഒരുപാട് ഗവേഷണം നടത്തി, മണ്ണെല്ലാം ഡിഗ് ചെയ്തു, ഇതിന്റെ അകത്ത് ഇന്ന ഇന്ന മൂലകങ്ങളുണ്ട്, സ്വർണം, അത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. അതിനെ പറ്റി ഒരുപാട് ഗവേഷണം നടത്തി പോയിട്ട് നാളെ ഒരു സുപ്രഭാതത്തിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവിടെ മുഴുവൻ പ്രളയമായിരിക്കാം, അല്ലെങ്കിൽ സുനാമി വന്നു പോകാം, അല്ലെങ്കിൽ ഭൂമികുലുക്കം വന്നു പോകാം, ആർക്കറിയാം അല്ലേ? അപ്പം നമ്മൾ എന്താണ് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് പോകേണ്ടത്. അപ്പൊ നാരദമുനിയെ പറ്റിയുള്ള ആൾക്കാര് എന്ത് ചെയ്തു? അവര് ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. അത് കാരണം ഭഗവാൻ എന്താ ചെയ്തു? ഭാഗവതത്തെ നമുക്ക് തന്നിട്ട് പോയി. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ആയിട്ട് വീണ്ടും വന്ന് നമ്മളോട് പറഞ്ഞു, ഈ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനം അല്ലാതെ മറ്റൊരു വഴിയില്ലാന്ന് ശ്രീമദ് ഭാഗവതം 18,000-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും വീണ്ടും അത് പറയുകയാണ് അല്ലെ. ഇത്രയും ഭഗവാനെ പറ്റി പറഞ്ഞിട്ട് അവസാനം കൊണ്ടേ നിർത്തിയതാണ് നാമസങ്കീർത്തനം. ഈ നാമസങ്കീർത്തനം ജപിക്കാൻ നമുക്ക് രുചി വരാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മളോട് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയും ഭാഗവതവും ഭഗവാനെ പറ്റിയുള്ള കഥകളും അതുപോലെ ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനവും ഒക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ ഈ ഭഗവാനെ പറ്റി നമുക്ക് ഓർത്ത് ഭഗവാനെ പറ്റി ഭാവവും പ്രേമവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ, നാമസങ്കീർത്തനം രുചി കിട്ടണമെങ്കിൽ എന്താണ്? ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഭാഗവതം ഭഗവാനെ പറ്റി, ഭഗവാൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ അവതാരങ്ങളും അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ പറ്റിയും പഠിക്കണം. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാലേ നാമസങ്കീർത്തനത്തിന് നമുക്ക് രുചി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണ്, ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ നമ്മൾ സമഭാവന ഒരുപാട് പേര് മഹാപുരുഷന്മാര് സമഭാവന എന്ന തത്വം കൊണ്ടുവന്നു അല്ലെ. എല്ലാ മനുഷ്യരെയും നമുക്ക് എന്താണ്, ഒരു തോട്ടിപ്പണി എടുക്കുന്ന ആള്, അല്ലെങ്കിൽ എന്താണ് വലിയ മാളികയിൽ താമസിക്കുന്ന ആള്, ഇവര് തമ്മിലൊന്നും ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല അല്ലെ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടാലൊട്ടറിയുന്നതു ചിലർ കണ്ടാലും തിരിയ, ചിലർക്കേതുമേ കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്നത് ചിലർ. ഈ കാണുന്ന കാര്യങ്ങളൊന്നും ഭഗവത്ഗീതയിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പൂന്താനം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. ഈ കണ്ട കാര്യങ്ങളൊന്നും സത്യമല്ല, ഇതെല്ലാം തന്നെ എന്താണ്, മിഥ്യയാണ്. ഈ കാണുന്ന ലോകവും നമ്മുടെ മുൻപിൽ കാണുന്ന ഈ ഭൗതികമായ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ മിഥ്യയാണ്. ഇപ്പോൾ അതുണ്ട്, എന്നാൽ കുറച്ചു കഴിഞ്ഞ് അത് ഇല്ലാതായി പോകും. അങ്ങനെയുള്ള ഒരു സംവേദം മിഥ്യ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ട് അറിയുന്നതു ചിലരൊക്കെ ഇതേ മുമ്പേ കണ്ടിട്ട് അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ. പരമസത്യമായിട്ടുള്ള ഒന്നേ ഉള്ളൂ. ആരാണ്? ആ സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി, പരമസത്യം. ഭാഗവതം മുഴുവൻ എന്താണ്? ആ പരമസത്യത്തെ പറ്റിയാണ് പറയുന്നത്. 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അല്ലെ, സത്യം പരം ധീമഹി. സത്യം സത്യം പുനഃസത്യം ഉദ്ധൃത്യ ഭുജമുച്യതേ വേദാശാസ്ത്രം പരം നാസ്തി ന ദൈവം കേശവാത് പരം. ആ കേശവൻ എന്ന് പറയുന്ന ആ പരമ്പൊരുളല്ലാതെ മറ്റൊരു സത്യം ഇല്ല. അല്ല, അത് മാത്രമേ സത്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ്. എല്ലാം തന്നെ എന്താണ്, ടെമ്പററി ആണ്. അതായത് വളരെ 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 നൈമിഷ്യങ്ങളാണ് അല്ലെ. ഒരു ഉറുമ്പ് അല്ലെങ്കിൽ ഒരു ചിത്രശലഭം ജീവിച്ച് എത്ര ദിവസം ജീവിക്കും അല്ലെ. അത് മുമ്പിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന്റെ എന്താണ് ജനനവും അതുപോലെ തന്നെ അതിന്റെ വളർച്ച, പ്രത്യുൽപാദനം, അതിന്റെ അന്ത്യവും കഴിഞ്ഞു അല്ലെ. പക്ഷെ ആ ഒരു ജീവിയെ സംബന്ധിച്ചിട്ട്, ആ ഒരു ജീവിയുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ചിട്ട് അതൊരു വലിയ സ്പാനാണ്, ടൈം സ്പാനാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ 100 വർഷം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നു അല്ലെ. വലിയൊരു കാലയളവായിട്ട് നമ്മൾ ചിന്തിക്കുന്നു ഓരോ ജീവികളിലെ. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിട്ട് എന്താണ്, ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ഭഗവാന്റെ അടുക്കൽ നിന്ന് ഒരു ശ്വാസത്തിൽ പോകുന്നു, അടുത്ത ശ്വാസത്തിൽ ഇതെല്ലാം തിരിച്ചു കയറുന്നു. ഒരൊറ്റ ശ്വാസ കാലയളവിലാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലെ. അപ്പൊ ഭഗവാൻ എത്ര വലിയ വിഭുവാണെന്ന് നോക്കണം. നമ്മൾ എന്താണ്, അണുവാണ്. അപ്പൊ നമ്മളുടെ ഈ എന്താണ്, ഈ ഓഞ്ഞ ബുദ്ധി അല്ലെങ്കിൽ പൊട്ട ബുദ്ധി വെച്ചിട്ടാണ് നമ്മൾ ഭഗവാനെ അളക്കാനും ഭഗവാനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ഒരു എന്താണ് ഒരു തെരുവ് നായ ഒരു സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യനെ നോക്കി കുറച്ചു കഴിഞ്ഞാൽ സൂര്യൻ എന്താണ് പർവ്വതത്തിനിടയിൽ ഓടി ഒളിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ആ ഭഗവാന്റെ എന്താണ് ആ ഒരു ഒരു സുപ്രീമസി മനസ്സിലാക്കാതെയാണ് ഈ മൂഢന്മാരായിട്ടുള്ള നമ്മളൊക്കെ തന്നെ ഭഗവാനെ കമ്പയർ ചെയ്യാനും ഭഗവാനെ ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. ഭഗവാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് ശരിയായില്ല, പാർഷ്യാലിറ്റി കാണിച്ചു. അല്ല, ഭഗവാൻ ഇതെല്ലാം റൂൾസ് എല്ലാം മാറ്റി ഭഗവാന് അനുകൂലമായിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഭഗവാനെ പോളിഷ് ചെയ്തുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ സൃഷ്ടിയല്ലേ, ഈ ശാസ്ത്രവും ജ്ഞാനവും എല്ലാം. അതില് എന്താണ് ഈ ഭഗവാൻ മുഴുവൻ ധർമ്മിഷ്ഠനാണ് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ എഴുതി വെക്കാം. കാര്യം ഭഗവാൻ അത് ആരെങ്കിലും പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അല്ലേ. അതായത് എന്താണ് കില്ലപ്പട്ടികൾ എവിടെ ആയിരുന്നാലും എന്താണ് തെരുവ് നായകൾ ഇരുന്ന് കുറച്ചോട്ടെന്ന് വെക്കും അല്ല. ഇതൊന്നും കേൾക്കാനായിട്ട് ഭഗവാൻ പോകേണ്ട ആവശ്യമില്ല. കാര്യം ഇവരെ ആരെങ്കിലും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഭഗവാന്? ഇല്ല. കാര്യം ഈസ് ദ സുപ്രീം ട്രൂത്ത് അല്ലേ. സത്യമായിട്ടുള്ള ഒരേ ഒരു സംഭവമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. അദ്ദേഹം പിന്നെ എന്തിനാണ് മറ്റുള്ള അസത്യങ്ങളും അവരും ഇവരും എന്തെങ്കിലും പറയുന്നത് കേൾക്കാണ്ട് പോകുന്നത്? ഇൻ അവർ മൈൻഡ്. അപ്പം ജനന മരണാവസ്ഥയെ അങ്ങനെയുള്ളവർ ജയിച്ചു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഇത് മനസ്സിലാക്കി ഈ പരമസത്യം മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ജനന മരണ അവസ്ഥകളെ അവർ അതിജീവിച്ചു കഴിഞ്ഞു. അപ്പൊ ജനനവും മരണവും എന്ത് വന്നാലും ഈ ഉടുപ്പ് മാറുന്ന ഈ പ്രക്രിയ, നമ്മൾ ഈ ഉടുപ്പ് ഊരിയിട്ട് വേറൊരു ഉടുപ്പിടുന്ന പ്രക്രിയയെ പറ്റി അങ്ങനെയുള്ളവര് കൂടുതൽ ചിന്തിക്കാൻ പോകില്ല. കാര്യം ഇത് പ്രകൃതിയുടെ ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് ഈ ഉടുപ്പ് എപ്പോഴും മാറി മാറി ഇടാനായിട്ട് എനിക്ക് ഇനി എന്താണ് ഒരു പന്നിയുടെ ഉടുപ്പോ ഒരു ഈച്ചയുടെ അല്ലെങ്കിൽ കൃമിയുടെ ഉടുപ്പ് ഇടാനായിട്ട് എന്നെ കൊണ്ട് ഇനി സാധ്യമല്ല. ഇനി എനിക്ക് എന്താണ് എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണം. ഇനി ഒരു ഉടുപ്പ് എന്റെ ഈ ജീവിത അവസ്ഥയിൽ എനിക്ക് ഇനി ധരിക്കാനായിട്ട് സാധ്യമല്ല. നിങ്ങൾ ഈ പറയുന്ന എന്റെ ഈ ഷർട്ടിനെ പറ്റി അല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ഭൗതികമായിട്ടുള്ള ആ ഒരു ബോഡിയാണ് അല്ലെ. അകത്തിരിക്കുന്ന ആള് സെയിം ആണല്ലേ. ഒരു പന്നിയുടെ ശരീരത്തിൽ കയറും, പന്നിയുടെ ഉടുപ്പിടുമ്പോൾ പന്നിയായി മാറി. അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കൃമിയുടെ ശരീരത്തിൽ കയറുമ്പോൾ അത് കൃമിയായി മാറി എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ്. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു അല്ലെ. ആ ആത്മാവിന്റെ ആ ഒരു അവസ്ഥ, അതായത് സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ആത്മാവ് ബ്രഹ്മം പരമാത്മാ സ്വരൂപമാണല്ലേ. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ പോലെ തന്നെ ദോഷമല്ല. ബ്രഹ്മത്തിൽ ദോഷമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ എന്താണ് ആത്മാവിനും ദോഷമൊന്നുമില്ല. അതിന്റെ ഭാഗമായതുകൊണ്ട് ഈ പരബ്രഹ്മത്തിന്റെ ഭാഗമായതുകൊണ്ട് എന്താണ് ദോഷമൊന്നുമില്ല. ആ ആത്മാവും സച്ചിദാനന്ദ സ്വരൂപമാണ്. ആത്മാവിന് ഉണ്ടാകുന്ന ആ അവസ്ഥയെ ആനന്ദം എന്ന് പറയുന്നു. ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ, ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥ സന്തോഷം. ആത്മാവിന് അത് ആനന്ദമായി മാറുന്നു. പരമാത്മാവിനാകും അത് പരമാനന്ദമായി മാറുന്നു. ഇതാണ് വ്യത്യാസം. ഈ മൂന്ന് അവസ്ഥകളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങള് ഇതൊക്കെ ഉള്ളവർക്കുണ്ടാകുന്ന അവസ്ഥ സന്തോഷം. അതെന്താണ്? ടെമ്പററി ആണ്. കാര്യം ഇതെല്ലാം നശിക്കുന്നതാണ്. ആത്മാവ് എപ്പോഴും പൂർണ്ണനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. അത് പരമാത്മാവിന്റെ അംശമായതുകൊണ്ട് ആത്മാവിന് എന്താണ് ആനന്ദം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. പക്ഷെ പരമാത്മാവിനുണ്ടാകുന്ന ആത്മാവ് എപ്പോൾ പരമാത്മാവിലേക്ക് നോക്കുന്നുവോ ആ ഒരു അവസ്ഥ എന്താണ് പരമാത്മാവിന് പരമാനന്ദം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ സാധാരണ ആത്മാവ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്, നമ്മൾ ഉള്ളിലേക്ക് നോക്കാനാണ് എല്ലാവരും പറയുന്നത് അല്ലെ. നമ്മൾ ആരെങ്കിലും ഉള്ളിലേക്ക് നോക്കുക, നമ്മൾ പുറത്തുള്ള എല്ലാവരുടെയും കുറ്റം കാണും, പുറമേ ഉള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിമർശിക്കും. അതും ഇതും മറ്റുള്ളവരിലെല്ലാം കുറ്റം കണ്ടു അല്ലെ. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിലെല്ലാം ഞാൻ കുറ്റം കണ്ടു. പക്ഷെ ശരിക്കും നമ്മൾ എന്താണ് നമ്മളുടെ ഈ മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൾ കൊണ്ട് നോക്കുന്നതെല്ലാം മഞ്ഞയായി കാണുന്നെന്നു നമ്മൾ പറയുന്നെന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഉള്ളിനെ കാണണം അല്ലെ. മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കാതെ നമ്മൾ എന്താണ് സ്വന്തമായിട്ട് നമ്മൾക്ക് എവിടെയാണ് കറക്റ്റ്നെസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കണം. എവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്? അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ മറ്റുള്ളവരിൽ ആ ദോഷം കാണില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. ഉള്ളിലിരിക്കുന്നത് എപ്പൊ നമ്മുടെ ആത്മാവ് പരമാത്മാവിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുവോ ആ സമയത്ത് എന്താണ് യോഗ എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ യോഗി എന്ന് പറയുന്നു അല്ലെ. എപ്പം ജീവാത്മാവ് പരമാത്മാവിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കുന്നുവോ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സംഭവത്തിന് പ്രോസസ്സിന് പറയുന്ന പേരാണ് യോഗ അല്ല. അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെയാണ് യോഗി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അവര് ബ്രഹ്മത്തെ പോലെ, ബ്രഹ്മത്തിന് യാതൊരു ദോഷമുള്ള സംഭവമല്ല. കാര്യം ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട്
അവർ പദസ്ഥരുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികള് മറ്റുള്ള ഒരു വ്യക്തികളിലും എന്താണ് കുറഞ്ഞത് കൂടിയത് ചെറുത് വലുത് എന്നുള്ള ചിന്തകളൊന്നും വെച്ചു പുലർത്താത്ത വ്യക്തികൾ ജനന മരണാവസ്ഥയെ ജയിച്ചു എന്നാണ് അർത്ഥം. ജനന മരണ അവസ്ഥയെ ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ഷപ്രാപ്തിക്ക് അർഹരാണ് എന്ന് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. 20ാമത്തെ ശ്ലോകം. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദിജേത് പ്രാപ്യചാപ്രിയം സ്ഥിരബുദ്ധി രസം മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ ന പ്രവിശ്യേത് പ്രിയം പ്രാപ്യ നേദിചേത് പ്രാപ്യം ചാപ്രിയം സ്ഥിരബുദ്ധിരസം മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതാം. ഹരേ കൃഷ്ണ. ലൈല മാതാജി. മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ. ന പ്രഹൃഷ്യ പ്രിയം പ്രാപ്യ നോദ്വിജേ പ്രാപ്യ ചാപ്രിയം സ്ഥിരം ബുദ്ധിരസം മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. അധ്യായം 5 ശ്ലോകം 20. ഓ നമോ ഭഗവതേ വാസുദേവായ. നാം പ്രഹേശോദപ്രിയം പ്രാപ്യോ തോജിത് പ്രാപ്യോ ചാപ്രിയം സ്ഥിരം ബുദ്ധിരസം മൂഢോ പ്രവീത് ബ്രഹ്മണി സ്ഥിത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ശാന്തകുമാരി മാതാജി ഇല്ല. ഉണ്ട്. ഹരേ കൃഷ്ണ. ഓം ഹരേ നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന പ്രശ്യേൽ പ്രിയം പ്രാപ്യ നോദിജേൽ പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസം മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. വാർത്തമായിക്കണ. വേണ്ട മാതാജി, ഞാൻ വിളിക്കാം. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതയുടെ പ്രധാനപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. സ്ഥിരബുദ്ധി ഹി ബുദ്ധി ഉറച്ച് അസമ്മൂഢ മോഹരഹിതനായി ബ്രഹ്മണി സ്ഥിത അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മവിദ് പരബ്രഹ്മ തത്വത്തെ നന്നായി അറിഞ്ഞവൻ പ്രിയത്തെ പ്രാപിച്ചിട്ട് ന പ്രഹൃഷ്യേത് സന്തോഷിക്കുകയില്ല അപ്രിയത്തെ പ്രാപിച്ചിട്ട് ന ഉദ്ദിജേത് ദുഃഖിക്കുകയും ചെയ്യില്ല. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്ത അവസ്ഥയിൽ ദുഃഖാവിഷ്ടനാകുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടുകൂടി ഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതികാതീതൻ തന്നെ. എന്റെ ഭാവാർത്ഥ ലൈല മാതാജി. മൈക്ക് ഓൺ ആക്കണം. അതായത് മൈക്ക് ഓഫ് ആണ്. കേൾക്കത്തില്ല ഞങ്ങൾക്ക് ആർക്കും. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജയശ്രീ പ്രഭാത് കീജ്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച മനുഷ്യന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞവ. ശരീരവും താനും ഒന്നാണെന്നുള്ള നിത്യാവബോധം അയാൾക്കുണ്ടാവില്ലെന്നതാണ് മുഖ്യ ലക്ഷണം. താൻ ഇക്കാണുന്ന ദേഹമല്ലെന്നും ഭഗവാന്റെ ഒരു അംശമാണെന്നും അയാൾക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കില്ല. ശാരീരികമായി തനിക്ക് ബന്ധപ്പെട്ടതെന്തെങ്കിലും നഷ്ടമായാൽ ദുഃഖിക്കുകയുമില്ല. മാനസികമായ ഈ ദാർഢ്യമാണ് സ്ഥിരബുദ്ധി അഥവാ സ്വബുദ്ധി. സ്ഥൂലദേഹം ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ ഒരിക്കലും വ്യാമോഹിക്കുന്നില്ല. ശരീരത്തെ ശാശ്വതമാണെന്ന് കരുതി ആത്മാവിന്റെ നിലനിൽപ്പിനെ നിഷേധിക്കുകയുമില്ല. ഈ അറിവ് നിരപേക്ഷ തത്വത്തിന്റെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നെല്ലാം അറിയപ്പെടുന്ന പരിപൂർണ ശാസ്ത്രജ്ഞാനത്തിന്റെ മണ്ഡലത്തിലേക്ക് ഒരാളെ ഉയർത്തുന്നു.
അങ്ങനെ സർവ്വവിധേനയും പരമപുരുഷനോട് താതാത്മ്യം നേടാവുന്ന വ്യാമോഹത്തോടെ അതിനെ ശ്രമിക്കാതെ തന്റെ മൂലസ്വരൂപം എന്തെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരം. ഈ സ്ഥിരമായ ബോധത്തെ കൃഷ്ണാവബോധം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരിബോൾ. വളരെ കൃത്യമായിട്ട് അതിന്റെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ശ്ലോകം ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ നമ്മള് ഉം. മുമ്പേ പറഞ്ഞു നമ്മള് ജീവജാലങ്ങളോടെല്ലാം പ്രഭുജി സമഭാവന മൈക്ക് വേണം. പ്രഭുജി മൈക്ക് ഓൺ ആക്കാൻ പറ്റിയില്ലായിരുന്നു, അതുകൊണ്ടാണ് വായിക്കാത്തത്. മനസ്സിലായി മാതാജി. നമുക്ക് അടുത്ത വരുമ്പോ ശ്രദ്ധിച്ചോ. ഓക്കെ. അപ്പൊ നമ്മള് മുൻപത്തെ ശ്ലോകത്തിൽ നമ്മള് കണ്ടായിരുന്നു ഈ എല്ലാ ജീവജാലങ്ങളെ ഒരുപോലെ കാണുന്നത് അല്ലെ. ആൾക്കാര് പണ്ഡിതന്മാര് എന്ന് പറഞ്ഞ സമഭാവന, പണ്ഡിത സമദർശിന എന്ന് നമ്മൾ കണ്ടു. ഇവിടെ അത് വേറെ രീതിയിൽ പറയാണ്, ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ അതുപോലെ തന്നെ ആനന്ദകരമല്ലാത്ത അവസ്ഥയിൽ ദുഃഖാവിഷ്ടനാകുകയോ ചെയ്യാതെ. അതായത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല സന്ദർഭങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അമിതമായി സന്തോഷിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അടിച്ച് പൊളിച്ച് എന്താണ് എല്ലാവർക്കും പാർട്ടിയൊക്കെ നൽകി. നമുക്കിപ്പോ ഒരു പ്രൊമോഷൻ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വീട് വെക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വലിയൊരു സ്ഥിതിയുള്ള ഒരാളുമായിട്ട് നമ്മളുടെ മകളുടെ കല്യാണം നടത്തുന്നു. നമ്മളെ ഭയങ്കര ആഹ്ലാദത്തിൽ എന്ത് ചെയ്യും? നമ്മൾ നാട് മുഴുവൻ വിളിച്ച് ഭയങ്കര സദ്യ, കുറെ ജീവജാലങ്ങളെല്ലാം തല്ലിക്കൊന്ന് ബിരിയാണിയാണല്ലോ ഇപ്പൊ നാട്ടിലെല്ലായിടത്തും അല്ലെ. അപ്പൊ അങ്ങനെയെല്ലാം ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ ഭയങ്കര ആഹ്ലാദിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ആനന്ദത്തിൽ ആഹ്ലാദിക്കുക ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, അമിതമായിട്ട്. അതായത് നമ്മൾ ഭഗവാൻ നമ്മൾക്ക് ചെയ്ത ഒരു ആനുകൂല്യം മാത്രമാണ് അല്ലെ ആനന്ദം. ആ ആനന്ദം മാറി കുറച്ച് കഴിയുമ്പോൾ ദുഃഖം വരുമെന്നുള്ള ഒരു കാര്യം സ്ഥിരബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആനന്ദകരമല്ലാത്ത അവസ്ഥയിൽ ദുഃഖാവിഷ്ടനാകിയോ, അപ്പം നമുക്ക് ഭൗതിക കൂടുതൽ നമുക്ക് സാധാരണ രീതിയിലുള്ള ആൾക്കാർക്കൊക്കെ ഈ കുറച്ച് നമ്മൾ എന്തെങ്കിലും ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വരുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജനങ്ങൾക്കോ നമ്മളുടെ സ്വന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ മോശമായിട്ട് വരുമല്ലോ, നമ്മൾക്ക് തന്നെ ഒരു അസുഖം വരുവോ, എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ദുഃഖകരമായ അവസ്ഥയിലേക്ക് മാറും അല്ലെ. ദുഃഖത്തിന്റെ മുകളിൽ ദുഃഖം തന്നെ വീണ്ടും. അപ്പൊ നമ്മൾ ഓടി നടന്നുള്ള ക്ഷേത്രങ്ങളിലും ജ്യോത്സ്യനെ, പണിക്കരെ, ഇവരെല്ലാം പണിക്കരെ കാണാൻ ചെല്ലുമ്പോഴേ അവർക്ക് മനസ്സിലാകും. കാര്യം അവിടെ കാണാൻ ചെല്ലുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ മാത്രമേ ചെല്ലുകൊള്ളെന്ന് അറിയാം. അപ്പൊ അവർക്ക് ഇവരുടെ മനസ്സ് തന്നെ വായിക്കാനായിട്ട് നല്ലതായിട്ട് അറിയാം. ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും വരുന്നതെന്ന് അവര് നമ്മളെ ഒരു തെറാപ്പി ചെയ്ത് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. കാര്യം ആ ഒരു പലകയിൽ നമ്മൾ ഈ തെളിയുന്ന ഗ്രഹങ്ങൾ വെച്ചിട്ട് പറയാനായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അല്ലെ. ഒരു സെക്കൻഡ് സമയത്ത് തന്നെ എത്രയോ കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ ലോകത്തിൽ ജനിക്കുന്നത് അല്ല. ആ ജനിച്ച സമയത്ത് അവരുടെ എല്ലാം ഗ്രഹനില ഒന്നായിരിക്കും അല്ലെ. ഇവരുടെ എല്ലാം അനുഭവം ഒന്നാണോ? ഒരിക്കലും അല്ല. അപ്പൊ എന്തുകൊണ്ട് ജ്യോതിഷം തെറ്റാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്റെ നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അല്ലെ. അനിഴ നക്ഷത്രത്തിൽ ഞാൻ ജനിച്ച സമയത്ത് ഈ ലോകത്തിൽ എത്ര പേര് ആ സമയത്ത് ജനിച്ചിട്ടുണ്ടാവാം? മൃഗങ്ങൾ ജനിച്ചിട്ടുണ്ടാവാം അല്ലെ. പക്ഷികള്, ചെറിയ പ്രാണികള്, സസ്യങ്ങള് ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ എത്രയെത്ര ജീവജാലങ്ങൾ ഉണ്ടാവാം അല്ലെ ഈ നക്ഷത്രത്തിൽ അല്ലെ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഗ്രഹനില എടുത്തു നോക്കുമ്പോൾ ചിലത് പക്ഷി, ചിലത് കൃമി, ചിലത് ഒരു പണ്ഡിതന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു പണക്കാരന്റെ വീട്ടിൽ മാളികയിൽ, ചിലര് ഈ അനിഴ നക്ഷത്രങ്ങളിൽ തെരുവില്. അപ്പൊ ഇവരുടെ എല്ലാം ഗ്രഹനില ഒന്ന്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഫലം എന്താവും? എങ്ങനെ ഫലം നോക്കി പറയാനായിട്ട് പറ്റും? ഒരിക്കലും ഒരാൾക്കും പറ്റില്ല, എത്ര ശാസ്ത്രം പഠിച്ച ആൾക്ക്. അപ്പൊ അവിടെയാണ് ഈ നിമിത്തവും നമ്മളെ ഒരു ദേവത സഹായിക്കാനായിട്ട് വരുന്നത്. ഒരു ദേവൻ നമ്മളെ സഹായിക്കേണ്ട, ഒരു മൂർത്തി നമ്മളെ സഹായിക്കാനായിട്ട് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അത് പറയുന്ന ആൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഈ വരുന്ന ആളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി പറയാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഒരു ഹിപ്നോട്ടിസം പോലെ നമ്മളെ തന്നെ വീക്ഷിക്കും. നമ്മളൊരാള് ഒരു ജ്യോത്സ്യന്റെ അടുക്ക ചെല്ലുമ്പോ ഇവര് പ്രശ്നമില്ലാതെ, ഇവര് സന്തോഷാവസ്ഥയിൽ ഇവരാരും നമ്മുടെ അടുക്ക വരില്ല എന്നറിയാം അല്ലെ. അപ്പൊ ചിലര് ഇതൊന്നും പറയാതെ എന്ത് പറയും? ഒരു വലിയ ചാർത്ത് എഴുതി കൊടുക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും, ഇന്ന വഴിപാട് കഴിക്കാൻ പറയും അല്ലെ. ചിലര് പറയും ഈ വഴിപാട് കഴിച്ചാൽ എന്തെങ്കിലും നമ്മളെ പ്രശ്നങ്ങൾ മാറുമോ? നമ്മളെ ജന്മജന്മങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്ന
കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ അനുഭവിച്ചേ തീരുവുള്ളൂ എന്നുള്ളത് നമ്മൾ ഭഗവത്ഗീത പഠിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാകുന്നു. എത്ര വഴിപാട് കഴിച്ചു കഴിഞ്ഞാലും ഇതൊന്നും മാറില്ല. അത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ നമ്മൾ വഴിപാട് കഴിക്കാതിരിക്കുവോ? നമ്മളുടെ എന്താണ് മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്നത് അല്ലേ? നമ്മൾ അവിടെ ഭഗവാനെ നമ്മൾ വിലക്കെടുക്കല്ലേ ഒരു വഴിപാട് കഴിക്കുമ്പോൾ? അല്ല, ഞാനൊരു തുലാഭാരം നടത്തുക എന്ന് പറയുമ്പോൾ എന്താണ് ഭഗവാനെ വിലക്കെടുക്കുക അല്ല, വിധിയെ നമ്മൾ പരീക്ഷിക്കുകയാണല്ലോ ഓരോ വഴിപാട് കഴിയുമ്പോഴും നേരിടും. ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാന്. പക്ഷെ നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, ഒരു സമാധാനം. നമ്മൾക്ക് എന്തെങ്കിലും വരാൻ പോവാന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സങ്കീർണതയിലാവുമ്പോ എന്താണ് ചെയ്യുന്നത്? വേറൊരു മാർഗവും ഇല്ല, ഭഗവാനെ വിളിക്കുക, ഒരു വഴിപാട് അങ്ങ് നേരുക അല്ലെ? നമ്മുടെ മനസ്സിന് കട്ടിയില്ല. അപ്പൊ ഇതുകൊണ്ട് അല്ല ഇത് മാറുന്നതും. പക്ഷെ ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ ഇതുണ്ടെങ്കിൽ കണ്ണി കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ട് നീങ്ങി പോകുന്നുള്ള ഒരു വാസ്തവമാണ്. പക്ഷെ നമ്മൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കണ്ടേ? കാര്യം മറ്റ് കൃഷ്ണാവബോധത്തിൽ വരുന്നവർക്കും എന്താണ് ഭഗവാൻ കൃഷ്ണൻ അവരെ അങ്ങ് നേരെ എടുത്തുകൊണ്ട് തേരിലേറ്റി കുന്താനം പോയ പോലെ കൊണ്ടുപോകുന്നു അല്ലാന്നും നമ്മൾ കണ്ടല്ലേ? മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഭൗതികതയിൽ ജീവിക്കുന്നവരും നമ്മൾ കൃഷ്ണാബോധത്തിൽ വ്യത്യാസം. നമ്മൾ എന്താണ് ഈ മനസ്സിന്റെ അവസ്ഥയെ മനസ്സിലാക്കുന്ന വ്യക്തിയാണല്ലേ? അധികം ആഹ്ലാദിക്കില്ല. അതാണ് അവരുമായിട്ടുള്ള വ്യത്യാസം. നമ്മൾ അധികം ആഹ്ലാദിക്കില്ല. ദുഃഖം അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും എന്താണ് ഭഗവാൻ എന്റെ കർമ്മഫലത്തെ എടുത്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് എനിക്കിനി അധികം ജന്മങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. കാര്യം എന്താണ്? ഈ ദുഃഖം എല്ലാം ഇവിടെ അനുഭവിച്ച് തീർന്നില്ലെങ്കിൽ എന്താണ് ഞാൻ വീണ്ടും ജന്മം എടുത്ത് അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഭഗവാൻ എന്നോട് എന്തോ ഒരു കാരുണ്യം ഉള്ളത് കൊണ്ട് എന്താണ് എന്റെ ദുഃഖങ്ങളെ ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റുകയാണ് എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കാനും മനസ്സിനെ സമാധാനം കൊടുക്കാനും കൃഷ്ണാവബോധസ്ഥനായ ഒരാൾക്ക് പറ്റും. പക്ഷെ ഭൗതികതയിലുള്ള ആൾക്ക് പറ്റത്തില്ല. അപ്പോഴാണ് ജ്യോത്സ്യന്റെ പിറകെ ഓടുന്നതും വലിയ ഹോമം നടത്തുന്നതും വലിയ പൂജാവിധാനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു. അവിടെ ഇവിടെ എല്ലാം ഓടും. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു ഉസ്താദ് എങ്ങാനും പറഞ്ഞു ഓക്കെ അങ്ങോട്ടേക്ക് മതം മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു, ഉടനെ മതം മാറാൻ നടക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാതിരി പറഞ്ഞു അങ്ങോട്ടേക്ക് പോകുന്നു. ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു പ്രതിസന്ധി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നോക്കിക്കാണാൻ നമ്മള് എന്താണ് കൂട്ടാക്കത്തില്ല. പെട്ടെന്ന് നിന്ന നിപ്പിൽ അതിന് സൊല്യൂഷൻ വേണം, ക്യാപ്സൂൾ പോലെ. അത് എവിടെയാണോ കിട്ടുന്നത് അങ്ങോട്ടേക്ക് പരക്കം പാഞ്ഞില്ല അല്ലേ? അതിനെ ഒരു സമാധാനമായിട്ട് നിരീക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. എന്നിരുന്നാലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണം. നമ്മളിങ്ങനെ മോശ സമയമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ദൈവവിചാരത്തോടു കൂടി ഇരിക്കണം. നമ്മളുടെ സമയം എന്ന് പറഞ്ഞാൽ അറിയാം, ശനി 19 വർഷമാണ് അല്ലെ? കണ്ടക ശനി 2.5 വർഷമുണ്ട്, ഏഴരാണ്ട് ശനി 7 വർഷമുണ്ട്, അഷ്ടമ ശനി 8 വർഷമുണ്ട്. ഇത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രീതിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ചിലർക്ക് ശനി അനുകൂലമായിട്ട് വരും, ചില നക്ഷത്രക്കാർക്ക്. ചിലർക്ക് ശനി ശത്രുവായിട്ട് വരും. അതുപോലെ തന്നെ കേതുവിൽ എന്നാണ് ചിലപ്പോൾ നമ്മളെ ഇവിടുന്ന് പറപ്പിക്കും. നമ്മൾ നാട് തന്നെ വിട്ടിട്ട് വിദേശത്ത് ജീവിക്കാൻ വരുന്നവർക്ക് ചിലപ്പോൾ കേതു അനുകൂലമായിട്ട് വരും. കേതുവിന്റെ അപഹാരം വിദേശത്ത് താമസിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്വന്തം നാട്ടിലാണ് അവരെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ ഇറക്കി ഓടിക്കും. നമ്മൾ ഈ നാട് കിടത്തുക എന്ന് പറഞ്ഞില്ല, ആ ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷെ ഇപ്പോഴത് വിദേശ ജോലിയും വിദേശവാസമായിട്ട് സോൾവ് ചെയ്ത് പോവാണ് അല്ലെ, ആ കേതുവിന്റെ ദോഷങ്ങൾ. അതുപോലെ തന്നെ സർപ്പം, ഏഴിൽ സർപ്പം നിന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്താണ് സർപ്പദംശനമാകും. അല്ലെങ്കിൽ എന്താണ് ഭാര്യയെ സർപ്പം തീണ്ടി മരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫലങ്ങൾ പറയുന്നുണ്ടല്ലേ? അതിന്റെ ആ ഓരോ ഡിഗ്രി അളവ് ആ നക്ഷത്രം എത്ര സ്ട്രോങ് ആണ്, എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, അതിന്റെ കൂടെ എത്ര പേര് നിൽക്കുന്നുണ്ട്, അതിന്റെ ദൃഷ്ടി വേറെ എത്ര ഗ്രഹങ്ങൾ നോക്കുന്നുണ്ട്, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്. ഇതൊക്കെ നോക്കി പറയാൻ ഇപ്പൊ കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ സഹായത്തിൽ നമ്മൾ ഇത് അടിച്ച് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അടിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെ നമ്മുടെ പരിഹാരമാകുമോ? ശാശ്വത പരിഹാരമാകുമോ? അപ്പം നമ്മളെ കൃഷ്ണാബോധസ്ഥരായിട്ടുള്ള ആൾക്കാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥിര ബുദ്ധിയോടുകൂടി അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതിക അതീതൻ തന്നെ. ഈ ഭൗതികമായിട്ടുള്ള ഈ അവസ്ഥകളും മഞ്ഞും മഴയും വെയിലും കാറ്റും ഒക്കെ വന്നു മാറിപ്പോകും. യുദ്ധം ഉണ്ടാകുന്നുണ്ട്, പല സ്ഥലത്തും ബോംബിടുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ എല്ലാം ബോംബുകളൊക്കെ അവിടെയൊക്കെ വീണുകൊണ്ടിരിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ മാറിയും മറിഞ്ഞും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നാള് സുനാമി വന്ന് കണ്ടവരാണ്, എല്ലാവരും കോവിഡ് വന്ന് കണ്ടവരാണ്, യുദ്ധമുഖം ഇത് ചെയ്തവരാണ് അല്ലെ? അപ്പം ഈ അവസ്ഥയെല്ലാം എന്താണ് ഉണ്ടായെങ്കിൽ ഇതിനെല്ലാം അതിജീവനം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. പ്രകൃതി തന്നെ അതിനുള്ള മാർഗം. ഇനി 4,32,000 വർഷം
ഉള്ള കലിയുഗത്തിൽ 5500 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണല്ലേ. അപ്പം ഇത് തീരാൻ പോകുന്നില്ല. ഇതിന് കാലം എന്ന് പറയുന്ന ഒരു സംഭവം ഫൈനലി ഉണ്ട്. ഭഗവാൻ കാലസ്വരൂപനാണ്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല, കാലം ഉണക്കാത്ത സംഭവങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കാലം എന്ന് പറയുന്ന കാലപുരുഷനായിട്ടുള്ള ഭഗവാനെ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ ആ കാലത്തിന്റെ ആ ഒരു മാറ്റത്തിൽ ഇത് പരിഹരിക്കുക. എപ്പോഴും ഒരേ അവസ്ഥയിൽ അല്ല ഇത് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഒരാൾക്ക് ദുഃഖം തന്നെ എന്നുള്ള ഒരു അവസ്ഥ വരുന്നില്ല. അങ്ങനെയുള്ള ചില കുന്തിദേവിയെ പോലെയുള്ള ചില ജന്മങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് എന്താണ്, അവര് ഒരുപക്ഷെ ഭഗവാന് കൂടുതൽ പ്രിയരായിട്ടുള്ളവരാണ് കുന്തിദേവിയെ പോലെ എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. കാര്യം കൂടുതൽ പ്രിയം ആണെങ്കിൽ അവരെ കൂടുതൽ അവസ്ഥയിൽ ഇനിയും അധികം ജന്മങ്ങൾ എടുത്തിട്ട് അധികം ജന്മമരണ ദുഃഖ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പം അമിതമായിട്ട് ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്ത അവസ്ഥയിൽ ദുഃഖാവിഷ്ടനാകുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടുകൂടി, ആ സ്ഥിരബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമുക്ക് ആർക്കും ഇല്ലാത്തതും. എപ്പോഴാണ് ആ ബുദ്ധി നമുക്ക് വരേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയില്ല അല്ലേ. ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ നിർത്തുക എന്നുള്ളതാണ് സ്ഥിതപ്രജ്ഞനായിട്ട് ഒരാൾ ചെയ്യേണ്ടത് അല്ലേ. പ്രശ്നമുണ്ടാകുന്ന അവസ്ഥയിൽ, അതായത് ആഹ്ലാദം ഉണ്ടാകുന്ന സമയത്തിൽ അത്യാഹ്ലാദം നടത്തി കഴിഞ്ഞാൽ എന്താണ്, ഉടനെ വേറൊരു സംഭവം ഉണ്ടായി കഴിയും അല്ലെ, ദുഃഖത്തിന് വേണ്ടിയിട്ടുള്ള. നമ്മൾ അവിടെ കിടന്ന് ചാടി തിമിർത്ത് ചെയ്യുമ്പോഴത്തേനും വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി താഴെ വീണ് പൊട്ടി അത് കാലേ കയറിയാൽ മതിയായിരിക്കും അല്ലെ. നമ്മളുടെ എന്താണ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പൊ അമിതമായിട്ട് ആഹ്ലാദിച്ച് അതിന്റെ എക്സ്പ്രഷൻ പ്രകടിപ്പിക്കുമ്പോൾ ഉടനെ വേറൊരു ആക്സിഡന്റ് വന്നു കഴിയുന്നു. അപ്പൊ സ്ഥിരബുദ്ധിയുള്ള ആള് അതിനെ സമചിത്തതയോടുകൂടി കാണും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിയെ ഭൗതികതയിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഭൗതിക അതീതനാണ്, ഭൗതികതയിൽ നിന്നും മുകളിലുള്ള ആളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 21ാമത്തെ ശ്ലോകം. ബാഹ്യസ്പർശേഷ്വ അസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ബാഹ്യസ്പർശേഷു സക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലൈല മാതാജിക്ക് മ്യൂട്ട് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അൺമ്യൂട്ട് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാതാജി വായിക്കുക. അല്ലെങ്കിൽ അടുത്തയാള് ശോഭന മാതാജി. ഹരേ കൃഷ്ണ. ബാഹ്യസ്പർശേഷ സക്താത്മാ വിന്ദത്യാത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി മൈക്ക് ഓണാക്കിയിട്ട്. കൃഷ്ണ പ്രഭു. ശ്ലോകം 21. ഓ നമോ ഭഗവതേ വാസുദേവായ. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിദ്യജദ്യാത്മനീയ സുഖം യ ബ്രാഹ്മണയോഗയുക്താത്മാ സുഖമക്ഷയ സുഖമക്ഷയമശ്നുതേ. സുഖമക്ഷയസ്മുനുദേ. ഹരേ കൃഷ്ണ. സുഖമക്ഷയമശ്നുതേ. ഓക്കെ, സാരമില്ല. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീലപ്രഭാത്. ബാഹ്യസ്പർശേഷു ബാഹ്യ വിഷയങ്ങളിൽ അസക്താത്മാ ശക്തിയില്ലാത്തവനായി ആത്മനി ആത്മാവിൽ സുഖം യാതൊരു സുഖത്തെ വിന്ദതി ആസ്വദിക്കുന്നുവോ സ അവൻ ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മധ്യാനത്തിൽ മുഴിയ ആത്മസംയമനായിട്ട് അക്ഷയമായ സുഖത്തെ അശ്നുതേ അനുഭവിക്കുന്നു. വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഉണ്ടാകില്ല. അയാൾ സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. പരമ തത്വത്തിൽ ഏകാഗ്രമായി മനസ്സ് ഊന്നിക്കൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു.
അതിന്റെ ഭാവാർത്ഥം കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥ. കൃഷ്ണാവബോധത്തിലെ ഒരു മഹാഭക്തനായ ശ്രീ ജീവനാചാര്യ ഇങ്ങനെ പറയുന്നു: യഥവധി മമ ചേത കൃഷ്ണ പാതാരവിന്ദയോ നവ നവനവരസധാമു അന്യുതരം ജന്തുമാസീത് തഥവധിബദനാരീ സംഗമേ സ്മര്യമാണേ ഭവതി മുഖവികാര സുഷ്ടു നിഷ്ഠീവനം ച. ഞാൻ അതീന്ദ്രിയ പ്രേമത്തോടെ കൃഷ്ണ സേവനത്തിൽ ഏർപ്പെടുകയാൽ കൃഷ്ണന്റെ നിത്യനൂതനമായ ആനന്ദത്തെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ട് ലൈംഗിക സുഖത്തെപ്പറ്റി ഓർക്കുന്ന മാത്രമേ എന്റെ ചുണ്ടുകൾ കോടുന്നു. വെറുപ്പ് കൊണ്ട് ഞാൻ തുപ്പിപ്പോകുന്നു. ബ്രഹ്മയോഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധം സിദ്ധിച്ചവർ പ്രേമഭരിതമായ കൃഷ്ണ സേവനത്തിൽ മുഴുകുന്നത് കൊണ്ട് ഭൗതിക ഭോഗങ്ങളിൽ അവർക്ക് ആസ്വാദ്യത പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. ഭൗതിക ഭോഗങ്ങളിൽ ലൈംഗിക സുഖമാണ് മുഖ്യം. അതിന്റെ മാസ്മര ശക്തിക്ക് വഴങ്ങിയാണ് ഈ പ്രപഞ്ചതലം പ്രവർത്തിച്ചു പോരുന്നത്. ഈ ഒരു ഉദ്ദേശമില്ലാതെ ഭൗതികവാദികൾക്ക് പ്രവർത്തിക്കാനാവില്ല. പക്ഷെ കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് താൻ ഉപേക്ഷിക്കുന്ന ഈ ലൈംഗിക സുഖം കൂടാതെ തന്നെ ഊർജ്ജസ്വലമായ പ്രവർത്തികൾ ചെയ്യാം. ആധ്യാത്മിക പരീക്ഷണമാണിത്. അധ്യാത്മ സാക്ഷാത്കാരവും ലൈംഗിക സുഖവും പൊരുത്തപ്പെട്ടു പോകാറില്ല. കൃഷ്ണാവബോധം സിദ്ധിച്ച ആൾ മുക്താത്മാവാകയാൽ ഏതുവിധമുള്ള വിശേഷ സുഖങ്ങളിൽ അനാസക്തനായിരിക്കും. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞ മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഉണ്ടാകില്ല. അപ്പം മുക്തനായ ഒരു വ്യക്തി, മുക്താത്മാവ്, ബദ്ധാത്മാവ് എന്ന് പറഞ്ഞ രണ്ട് അവസ്ഥയാണല്ലേ നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത് അല്ലെ. മുക്താത്മാവ് അതായത് മോക്ഷത്തിന് അർഹരായിട്ടുള്ളവര്, അതായത് ഈ ബന്ധനത്തിൽ ഈ നമ്മളൊക്കെ ബദ്ധാത്മാക്കളല്ലേ, നമ്മള് ബദ്ധാത്മാക്കളായതുകൊണ്ട് ഇവിടെ കുടുങ്ങിയിരിക്കുന്നത് അല്ലെ. മുക്താത്മാക്കൾ എന്ന് പറഞ്ഞ എന്താണ്? പരമസത്യം മനസ്സിലാക്കി ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കി ആ ഭഗവാനിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മുക്താത്മാക്കള്. എന്നാൽ ബദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കുടുങ്ങിപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്, ജീവാത്മാക്കളാണ് അല്ലെ. ഈ ഭൗതിക ലോകത്തിൽ വന്ന് പെട്ട് ഇവിടെ തന്നെ ബന്ധനസ്ഥനായിട്ട് ജന്മജന്മങ്ങൾ എടുത്ത് 84 ലക്ഷം ജീവരാശികളിൽ കൂടെ ഈ കുടുങ്ങി പോയിരിക്കുന്ന വ്യക്തികളാണ് ബദ്ധാത്മാക്കള്. അപ്പം ഈ ബദ്ധാത്മാക്കൾ ഈ ബന്ധനത്തിൽ നിന്ന് നമ്മൾ എന്താണ്, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ നിന്ന് ഉയർന്നു വന്ന് ശുദ്ധ സ്വാത്വിക് അല്ലെങ്കിൽ എന്താണ് ആ സ്വാത്വിക്കിന് പറയുന്ന വേറൊരു പേരുണ്ടല്ലോ, എന്താണ്? സവിതാ മാതാജിക്ക് ഓർമ്മയുണ്ട്? എന്ത് സ്വാത്വിക് എന്നാണ് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ മാതാജി പറഞ്ഞാണല്ലോ. ശുദ്ധ സ്വാത്വിക് നല്ല അയ്യോ വേറൊരു പേരുണ്ട് ശുദ്ധ സ്വാത്വിക്കിന് പകരം. ഓക്കെ, അപ്പൊ ആ ഒരു സ്വാത്വിക് വിശുദ്ധ സത്വഗുണം, വിശുദ്ധ സത്വഗുണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ വിശുദ്ധ സത്വഗുണത്തിൽ എത്തുന്ന ആ ഒരു ലെവലിൽ ജീവിക്കുന്ന ആൾക്കാര് ആണ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ല. അവരെപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. അപ്പൊ മുക്തനായ ഒരാൾക്ക് എന്താണ്, ഇന്ദ്രിയ സുഖങ്ങളിൽ പ്രത്യേകിച്ചൊന്നും ആസക്തി ഉണ്ടാകില്ല. അവർ ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പോകില്ല. കാര്യം ഇന്ദ്രിയ സുഖങ്ങളൊക്കെ എന്താണ്, നമുക്ക് എന്താണ്, ഒരു പുറം ചൊറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മള് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൊറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നല്ല സുഖം കിട്ടും അല്ലെ. അപ്പൊ അതിന്റെ കൂടെ ആ നഖം കൊള്ളുവാനുള്ള അവസ്ഥ എന്താണ്? നഖം കൊള്ളുമ്പോഴത്തെ എന്താണ്, അവിടെ ഒരു പോറലായി, അത് കഴിഞ്ഞിട്ട് അവിടെ വെള്ളം വീഴുമ്പോൾ എന്താണ്, നീറ്റലായി. അതുപോലെ തന്നെ ഏതെങ്കിലും ഈച്ച വന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, വ്രണമായി. അവിടെ എന്താണ്, പുഴു വരും. ഇത് കഴിഞ്ഞിട്ട് ഇത് പഴുത്തു പൊട്ടുന്നു അല്ലെ. ഇതാണ് അവസ്ഥ. നമുക്കറിയാം, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നാട്ടില് നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിൾ എപ്പോഴും പറയാറുണ്ടല്ലേ. പശുവിന്റെ കടിയും തീർന്നു, കാക്കയുടെ വിശപ്പും മാറിയെന്നല്ലേ. രണ്ട് കാര്യം, പശുവിന്റെ ദേഹത്തുണ്ടാകുന്ന
എന്താ എന്താ ഉണ്ടാകുന്ന ഈ ഒരു വണ്ടൻ എന്നൊക്കെ പറയും, ചൊട്ടനോ ഏതാണ്ട് അങ്ങനെ ഈ ചെള്ള് വന്നിരിക്കും അല്ലെ. ഇതിനെ കൊത്താനായിട്ട് കാക്ക വരും അല്ലെ. കാക്കയ്ക്ക് അപ്പൊ എന്താണ്, അതിന്റെ വിശപ്പ് മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കാക്ക അപ്പം പശുവിന് വേദനിക്കോ ഒന്നും നോക്കത്തില്ലല്ലേ. കാക്ക ആ ദശ അടക്കാണ് അതിനെ പറിച്ചെടുക്കുന്നത് അല്ലെ. ആ ഒരു സാധനം വണ്ടൻ എന്ന് പറയുന്നത് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടുന്ന ബോൾ പോലെയാകും, രക്തം കുടിച്ച് വീർത്തല്ലേ. ഈ പശുവിന് ചൊറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഉദാഹരണം പശു ഇങ്ങനെ ചൊറിച്ചിൽ സഹിക്കാൻ വരുമ്പോ ഈ കാക്ക വന്ന് എന്ത് ചെയ്യും, ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോ എന്താണ്, അതിന്റെ തൊലിയും ഇതെല്ലാം കൂടെ കൂടിയാണ് പോകുന്നതെങ്കിലും അതിനെന്താണ്, ഒരു സുഖമാണ് അല്ലേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവിടുന്ന് രക്തം പൊടിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ ഈച്ച വന്നിരിക്കുന്നു, ഈച്ച മുട്ടയിടുന്നു, പുഴുവായി മാറുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ സമയത്തെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം വില കൊടുക്കേണ്ടി വന്നു. ഇതാണ് നമ്മുടെ ഭൗതിക ലോകത്തുള്ള ഇന്ദ്രിയ ആസ്വാദനം എന്ന് പറയുന്നത് അല്ലെ. ഇന്ദ്രിയ ആസ്വാദനം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ദുഃഖവും ഉണ്ടാകും, സംതൃപ്തി ഇല്ലായ്മ. അതാണ് വരുന്നത്. നമ്മളുടെ ഒരിക്കലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് സംതൃപ്തിപ്പെടുത്താനായിട്ട് പറ്റില്ല അല്ലെ. ഇന്ദ്രിയങ്ങളുടെ ഒരു പൂർണ്ണത എന്ന് പറഞ്ഞ ഉണ്ടാകാനേ സാധ്യമല്ല. ഇന്ദ്രിയങ്ങൾ ഒരിക്കലും നമ്മളെ അനുവദിക്കത്തില്ല, അതിനൊരിക്കലും തൃപ്തിയാകത്തില്ല. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളാണ് നമ്മളെ അപകടത്തിലേക്ക് വഴിതെളിക്കുന്നത് അല്ലെ. നമ്മൾ അനാവശ്യമായ കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് തോന്നുന്നതും, അനാവശ്യമായ കാര്യങ്ങൾ, അതായത് നമ്മൾക്കില്ലാത്ത ഒന്ന് എന്തോ മറ്റൊരാൾക്ക് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അവരോടുണ്ടാകുന്ന അസൂയ. അപ്പൊ നമ്മൾക്കില്ലാത്ത സൗന്ദര്യം മറ്റൊരാൾക്ക് ഉണ്ടാകുക, നമുക്ക് അവരോട് എന്താണ് സ്വാഭാവികമായിട്ടൊരു അസൂയ ഉണ്ടാകും അല്ലെ. നമുക്ക് ഇങ്ങനെ ആകാൻ പറ്റിയില്ലല്ലോ എന്നല്ലേ. നമുക്കില്ലാത്ത ഒരു വിദ്യാഭ്യാസം അല്ലെ, നമുക്കില്ലാത്ത ഒരു ജോലി. ഞാൻ 7ാം കൂലി 4ാം ക്ലാസ്സുമാണ്, പക്ഷെ അവൻ IAS കാരനാണ് തൊട്ടടുത്തുള്ള. എന്റെ കൂടെ ഒരുമിച്ച് പഠിച്ചു 4ാം ക്ലാസ് വരെ. ഞാൻ 4ാം ക്ലാസ്സും ഗുസ്തിയും, അവൻ എന്ത് ചെയ്തു, IAS വരെ എടുത്തു. അപ്പം എനിക്ക് എന്താണ്, അവനോട് അസൂയ ഉണ്ടായി അല്ലെ. അപ്പം ഈ ഒരിക്കലും നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് പറ്റത്തുമില്ല. പക്ഷെ എന്താണ്, നമ്മളുടെ മനസ്സ് എപ്പോഴും എന്താണ്, ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ടാണ്, IASന്റെ ലെവലിൽ നിന്നുകൊണ്ട് ആണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. അങ്ങനെ ചിന്തിച്ച് 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 നമ്മളെ മനസ്സിനെ സംതൃപ്തമാക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമ്മൾ ആ IAS കാരനാകാൻ പറ്റുകയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിനെ ഏത് സമയവും എന്താണ്, ആ കിട്ടുകയില്ലാത്ത എന്തോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു മിസ് വേൾഡ് താമസിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ മുഖം നിറച്ച് എന്താണ്, വലിയ കുണ്ടും കുഴിയൊക്കെയാണ്. നമ്മൾ എത്ര പുട്ടിയിട്ട് നികത്തിയിട്ട് അത് നികക്കുന്നില്ല, എത്ര പുട്ടിയും പെയിന്റും അടിച്ചു വെച്ചിട്ട് നികക്കുന്നില്ല. നമുക്ക് അതിന്റെ അത്രയും സൗന്ദര്യം ആയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിട്ട്, എനിക്കറിയാവുന്നുണ്ട്, ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, ലെബനനിയാണ്. ലെബനൻ എന്ന് പറഞ്ഞ രാജ്യത്തുള്ളതാണ്. അവരെന്ത് ചെയ്തു, അവര് ഇംഗ്ലീഷുകാരെ പോലെ ആകാൻ വേണ്ടിയിട്ട് മുടി എന്ത് ചെയ്തു, ഈ മറ്റേ ഇതടിച്ചു, ഈ വൈറ്റിന്റെ അങ്ങനത്തെ എന്തോ ആക്കി. അത് കഴിഞ്ഞിട്ട് മുഖത്ത് ബ്രിട്ടീഷുകാരെ പോലെയൊക്കെ ആകാൻ വേണ്ടിയിട്ട് അവര് ചെയ്തതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, അവരുടെ നല്ല ഒന്നാന്തര സുന്ദര മുഖമായിരുന്നു, സുന്ദരിയായിട്ടൊരു സ്ത്രീ ആയിരുന്നു. ഈ ട്രീറ്റ്മെന്റ് ചെയ്തതോടുകൂടി എന്താണ്, അവര് വികൃതമായി. ഇപ്പൊ മുഖത്തേക്ക് നോക്കുമ്പോ നേരെ എതിരെ വരുവാണ് മുഖത്തേക്ക്, നമ്മൾ മുഖം ഒന്ന് പിൻവലിച്ചു പോകും. കാര്യം എന്താണ്, ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് നല്ലതാകുന്നതിന് പകരം മോശമാണ്. മുടി എന്തായാലും സാഹിബിന്റെ മുടി പോലെ ആയി മാറി. നല്ല കറുത്ത മുടി ഉണ്ടായിരുന്ന സ്ത്രീയാണ്, സാഹിബിന്റെ മുടി പോലെ. പക്ഷെ മുഖം എന്ത് ചെയ്തു, വികൃതമായി. ഇപ്പൊ ഒരു കിളവിയെ പോലെയാണ് ഇരിക്കുന്നത്. 40 വയസ്സുള്ള ഒരു വ്യക്തി ഒരു 60 വയസ്സായിട്ടുള്ള ആ ഒരു പ്രകൃതത്തിലേക്ക് മാറി, മുഖം അതുപോലെ വികൃതമായി മാറി. എന്തുകൊണ്ടാണ് ഈ ഒരു കമ്പാരിസൺ. ഈ ഇന്ദ്രിയങ്ങളെ നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. ആരോ ഒരാള് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കണ്ടു, ഒന്നുകിൽ നല്ല ആണുങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ബോഡിയുള്ള ഒരാളെ കണ്ടു കഴിയുമ്പോൾ എന്റെ ബോഡി അങ്ങനെ ആകണം അല്ലെ. ഞാൻ നാളെ തൊട്ട് ഡയറ്റ് തുടങ്ങുകയാണ്, ജിമ്മിൽ പോവുകയാണ്, എന്താണ്, നാളെ തൊട്ട് എനിക്ക് അതുപോലെ മസിലുകളെല്ലാം പെരുപ്പിക്കണം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പ്രോട്ടീൻ പൗഡറും അതും ഇതെല്ലാം കഴിച്ചു നോക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം കയറി നമ്മൾ എവിടെയെങ്കിലും എന്താണ്, പാരാലിസിസോ അല്ലെങ്കിൽ സ്ട്രോക്കോ വന്ന് വീഴുന്നു. നമ്മുടെ ശരീരത്തിന് അത് താങ്ങുമോ? നമ്മുടെ പ്രായവും അതിന് സപ്പോർട്ട് ഉണ്ടോ? അപ്പൊ എല്ലാവരെയും ഒരേ രീതിയിൽ നമ്മൾ കണ്ട് നമ്മളിങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പൊ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധ്യമല്ല, ഒരിക്കലും അത് തൃപ്തിപ്പെടുത്തുമില്ല. പക്ഷെ ഇന്ദ്രിയങ്ങളുടെ നാഥനെ തൃപ്തിപ്പെടുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ദ്രിയങ്ങള് സംതൃപ്തരാകും എന്നാണ് ശാസ്ത്രം പറയുന്നത്. കൃഷികേശ സേവനം ഭക്തിരുച്ചതേ. അതായത് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ സന്തോഷിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും സന്തോഷിക്കും. അങ്ങനെ മാത്രമേ ഇന്ദ്രിയങ്ങളെ അടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ
അയാൾ സമാധി കൊണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ, നമ്മള് ഉള്ളിൽ ഒതുക്കുന്ന വ്യക്തികൾ എന്താണ്, ഉള്ളിൽ തന്നെ സമാധാനം മുഴുവൻ നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഈ യുദ്ധം നടക്കുന്നു അല്ലെ, യുദ്ധം നടക്കുന്ന സംഘർഷാവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ സമാധാനം കണ്ടെത്താൻ പറ്റുന്ന ആ ഒരു വ്യക്തിയെ ആത്മയോഗിയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അയാൾക്ക് എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ സമാധാനം, പുറത്ത് ഭയങ്കര സംഘർഷമാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ സമാധാനമായിട്ട് ഇരിക്കുക. ഇത് ദഹിക്കത്തില്ലായിരിക്കും അല്ലെ. പ്രാക്ടിക്കലായിട്ട് നമുക്ക് എത്ര പേർക്ക് എങ്ങനെയൊക്കെ ചെയ്യാണ്ട് സാധിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷെ ഓരോരുത്തരും എന്താണ് ആ നാമജപം കൊണ്ട് നമുക്ക് ഇത് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഇല്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സാധിക്കാൻ പറ്റുന്നതാണ്. പ്യുവറായിട്ട് ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് പറ്റും. പരമതത്വത്തിൽ ഏകാഗ്രമായി മനസ്സ് ഊന്നുന്നത് കൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു. അപ്പൊ അങ്ങനെ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തി എന്താണ്, പരമസത്യം എന്താണെന്ന് അറിയാമല്ലോ, സത്യം പരം ധീമഹി. അപ്പൊ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഒരാൾ എവിടെയാണ് ഇരിക്കുന്നത്, ആ ഉള്ളിൽ. ആ ഉള്ളിലേക്ക് നോക്കാൻ പറ്റും. ആ ഉള്ളിൽ, സ്വന്തം ഉള്ളിലാണ് ഈ ആനന്ദങ്ങളും, സ്വന്തം ഉള്ളിലാണ് ഈ വൃന്ദാവനവും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പുറത്തെ ആനന്ദം നോക്കി അലയേണ്ട ആവശ്യമുണ്ടോ? ഈ ആനന്ദമൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. സാക്ഷാൽ ഭഗവാൻ, പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പുറത്തുള്ള ആനന്ദം അന്വേഷിച്ച് അലയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള വ്യക്തി എന്താണ്, പരമമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നു, പരമതത്വത്തിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഹരിനാമകീർത്തനത്തിലേക്ക് കിടക്കാം. സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും പുരുഷോത്തമാസത്തിന്റെ ഒരു ശ്ലോകം എങ്കിലും ജപിക്കാം. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ എന്താണ്, സമയമില്ലാത്തവർക്കൊക്കെ എക്സിറ്റ് ആകുകയും ചെയ്യാം. ഒരാൾക്ക് സ്റ്റേ ചെയ്യണമെന്ന് നിർബന്ധമില്ല, കമ്പൽസറി അല്ല. സമയം കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ലീവ് ചെയ്തോളൂ. ഞാനത് കാരണം 10 മിനിറ്റ് മുൻപേ നിർത്തിയിരിക്കുകയാണ്. ഇനി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് അറിയാവുന്നവർ പറയാ, ഓർമ്മയുള്ളവര്. ക്ലാസ് ഉണ്ട് പ്രഭു, ക്ലാസ് ഉണ്ട് ഇന്ന് ഭക്തിശാസ്ത്രം. മാതാജി ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഹരികൃഷ്ണ പ്രഭു, എനിക്കുണ്ട് ഭക്തിശാസ്ത്രി ക്ലാസ്, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി ശരി, ആയിക്കോട്ടെ. ഹരികൃഷ്ണ പ്രഭു, ക്ലാസ് കഴിഞ്ഞു. ഇനി ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ സബിതാ മാതാജി, കൃഷ്ണകുമാരി മാതാജി ഒക്കെ പറയാം, എന്തെങ്കിലും മനസ്സിലായെങ്കിൽ. ഹരേ കൃഷ്ണ. ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ്. ജനന മരണ അവസ്ഥകളെ അവർ ജയിച്ചു കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ മുക്തനായ ഒരാൾക്ക് ഭൗതിക സുഖങ്ങളിൽ ആസക്തി ഉണ്ടാകുകയില്ല. ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ദുഃഖത്തിൽ കൂടുതൽ ദുഃഖിക്കുകയോ ചെയ്യാൻ പാടില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജിക്ക് എന്തെങ്കിലും ഉണ്ടോ പോയിന്റ്? മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയസുഖങ്ങളിൽ ആസക്തി ഉണ്ടാവില്ല. അയാൾ സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. പരമതത്വത്തിൽ ഏകാഗ്രമായി മനസ്സൂന്നിക്കൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്തവർ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞനായി ജീവിക്കുന്നവൻ ഭൗതികാതീതൻ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം ഇനി നമ്മള് ഹരിനാമ കീർത്തനത്തിലേക്ക് പോവാണ്. മാക്സിമം ആൾക്കാർ എക്സിറ്റ് ആയല്ല, കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ നമുക്ക് അധികം നീട്ടണ്ട, എല്ലാവർക്കും പോകാറായി. നമ്മൾ 28 വരെ എടുത്തായിരുന്നു അല്ലേ? സംഭോജ സംഭവനോ അമ്പോട് നീന്തിപത അല്ലേ? വൻമോഹ വാരിതിയിൽ എന്നേട മോർത്തമ വൻപേടി പാരമിവൻ അമ്പോടടായുവതിന് മുമ്പേ തൊഴാമടികൾ നാരായണ നമ. ആരുടെയിലാണ് ഹരിനാമകീർത്തനം ഉള്ളവരുണ്ടെങ്കിൽ അടുത്ത ശ്ലോകം വായിക്കാം. 29. നിങ്ങളുടെ അതിനകത്ത് നമ്പർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. വായിച്ചോളൂ.
അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിയിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നത് തടുത്തോരു നാൽവരെയും അപ്പോലെ പോലെ നൗമി ഹരിനാരായണായ നമ. ഹരേ കൃഷ്ണ. കൃഷ്ണൻ. അപ്പം അജാമിളൻ എന്ന ബ്രാഹ്മണനെ യമപാശവും വടിയും കൈലേന്തി ആദ്യം ചെന്ന് വരിഞ്ഞു കെട്ടാൻ ഭാവിച്ച യമഭടന്മാരെ തുടർന്ന് പിന്നീട് ചെന്ന് തടുത്ത 4 വിഷ്ണുദൂതന്മാരെയും വിഷ്ണു തുല്യമായ അവരുടെ രൂപം സ്മരിച്ച് ഞാൻ കുമ്പിടുന്നു. നാരായണ നമസ്തേ. ആ പാശം എന്താണ്? കയറ്, വടി എന്ന് പറഞ്ഞാൽ യമദണ്ഡം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. പാശവും വടിയുമായി കൊണ്ട് അജാമിളൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണനെ, അജാമിളന്റെ ചരിത്രം നമ്മൾ പലതവണ പറഞ്ഞ കാരണം അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അജാമിളൻ എന്താണ് 24 വയസ്സ് വരെ ബ്രാഹ്മണ്യൊക്കെ പൂണ്ട ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം സ്നാനത്തിന് പോയ സമയത്ത് ഒരിക്കലും ഒരു വേശ്യാ സ്ത്രീയെ കണ്ടു. അങ്ങനെ വേശ്യാ സ്ത്രീയിൽ കണ്ട് അവരിൽ ആകൃഷ്ടരായി എന്താണ് ആ ബ്രാഹ്മണ്യൊക്കെ വെടിഞ്ഞ് അവരുടെ കൂടെ വളരെ ഒരു ഇതിൽ താമസിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അതിൽ 10 മക്കളൊക്കെ ഉണ്ടായി. അപ്പം ഇദ്ദേഹം തന്നെ അവസാനം മരണസമയപ്പം ജീവൻ പോകാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ചപ്പോൾ ഇളയ പുത്രനെ നാരായണ എന്ന് വിളിച്ചു. അപ്പം യമദൂതന്മാര് വന്ന് ജീവൻ കൊണ്ടുപോകാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. യമഭടന്മാർ എത്രയാണ്? 4 പേര്. അതാണ് മുൽപ്പാട് ചെന്ന് കയറിട്ടൊരു കിങ്കരര്. ആ കിങ്കരര് യമദൂതന്മാര് 3 പേരാണ് കേട്ടോ. കിങ്കരര്, മുൽപ്പാട് ചെന്ന് കയറിട്ടൊരു കിങ്കരര്, പിൽപ്പാട് ചെന്ന് അത് തടുത്തൊരു 4 പേര്. 4 പേര് നാരായണ എന്നുള്ളവരാണ്. നാരായണ 4 പേരാണ് വിഷ്ണു പാർഷദന്മാര്. അപ്പൊ അവര് എന്താണ് തടുത്തു? ആര്? യമദൂതന്മാരെ തടുത്തു. അദ്ദേഹത്തിന്റെ ജീവൻ കൊണ്ടായ കാര്യം എന്താണ്? അദ്ദേഹം അറിയാതെ ആണെങ്കിൽ കൂടി നാരായണ എന്ന് പറഞ്ഞ മന്ത്രം ജപിച്ചത് കൊണ്ട് മകനെയാണ് വിളിച്ചതെങ്കിൽ പോലും ഭഗവാൻ എന്താണ്? അത്രയ്ക്ക് കരുണാനിധിയാണ്. ഭഗവാൻ പറഞ്ഞ വാക്കിന് അന്തേ നാരായണ സ്മൃതി. അവസാനം എന്താണ്? ഒരാളുടെ പരമമായ ലക്ഷ്യം നാരായണ. അപ്പം മകനെയാണ് വിളിച്ചെങ്കിൽ പോലും ഭഗവാൻ നമുക്ക് കൺസെഷൻ തരികയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ ഭഗവാന്റെ പേരിട്ട് വിളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ കുട്ടിയെ വിളിക്കാനെങ്കിലും നമുക്ക് തോന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രഹ്മ സായുജ്യം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അത് ഒരുപാട് കഥയാണ്, ഭാഗവതത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കഥയിലേക്ക് പോകുന്നില്ല. അപ്പൊ അജാമിളന്റെ ജീവനെ കൊണ്ടുപോകാനായിട്ട് യമദൂതന്മാരെ അനുവദിച്ചില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് അപ്പാശവും വടിയുമായി കൊണ്ട് അജാമിളനെ പിൽപ്പാട് ചെന്ന് കയറിട്ടോരു കിങ്കരരെ മുൽപ്പുക്കു ചെന്നത തടുത്തോരു 4 പേര്. മുമ്പേ ചെന്ന് 4 പേര് വന്ന് അവരെ തടുത്തു. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാര്യം എന്താണ്? അദ്ദേഹം നാരായണ മന്ത്രം ജപിച്ച ആൾക്കാരെ എന്താണ് അവർക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ യമലോകം അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്കറിയാം. പിന്നീട് യമദൂതന്മാര് തിരിച്ച് യമരാജന്റെ അടുക്കൽ ചെല്ലുകയും അപ്പൊ യമരാജന്റെ അടുക്കൽ ചെല്ലുമ്പം യമരാജൻ പറയുന്നത് അത് ഇത്രയും നാള് യമദൂതന്മാര് വിചാരിച്ചുകൊണ്ടിരുന്ന എന്താ? അദ്ദേഹത്തിന്റെ അവർക്ക് ഒരു ബോസേ ഉണ്ടുള്ളൂ. ആരാണ്? യമരാജൻ. അതിന്റെ മുകളിൽ ഒരാളുള്ളതായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ബോസ് ആരാണ്? ഞങ്ങൾ 12 മഹാജനങ്ങളുണ്ട്. ആരൊക്കെയാണ്? നമ്മൾ ആ മഹാജനങ്ങളുടെ ഒരു ശ്ലോകം വായിക്കുന്നില്ലേ? 12 മഹാജനങ്ങളിലെ പ്രഹ്ലാദോ, സ്വയംഭൂ, നാരദ, ശംഭു, പ്രഹ്ലാദ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ 12 പേരും എന്താണ്? ഈ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കിയ വ്യക്തികളാണ്. അങ്ങനെ അദ്ദേഹമാണ് ഞങ്ങളുടെ യജമാനൻ. അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ സേവകരാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും അദ്ദേഹത്തിന്റെ നാമം ജപിക്കുകയോ തുളസി കണ്ടത്തിൽ ധരിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ തുളസി വീട്ടിൽ വളർത്തി അതിന് പൂജ ചെയ്ത് വെള്ളം ഒഴിച്ച് പൂജയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഈ കണ്ടിമാല എന്ന് പറഞ്ഞ മാല ധരിക്കുന്നവരോ വൈഷ്ണവ തിലകം 12 അംഗങ്ങളിൽ ധരിക്കുന്നവരോ യമദൂതന്മാർക്ക് അവരെ സ്പർശിക്കാൻ പോലും അധികാരം ഇല്ല എന്നുള്ള കാര്യം യമരാജൻ ഓർമ്മിപ്പിക്കുകയാണ് അവരെ അല്ലെ. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകാനേ സാധ്യമല്ല. കാര്യം ഇത് ആരുടെ കസ്റ്റഡിയിലാണ്? വിഷ്ണു പാർഷദന്മാരാണ് അങ്ങനെയുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അവർക്കൊരു യജമാനനുണ്ട്. അതായത് ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രീറ്റ് ഡോഗ് അല്ല, തെരുവുനായ അല്ല അല്ലെ. യജമാനുള്ള പട്ടി, ബെൽറ്റ് ഇട്ട പട്ടികളാണ് അല്ലെ, നായ്ക്കളാണ് അല്ലെ. എന്താ പറഞ്ഞാൽ അവർക്കൊരു യജമാനുണ്ട് അല്ലെ. നമ്മൾ തെരുവുനായ വന്നാൽ എന്താണ്? നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞു ഓടിക്കും അല്ലെ. എന്നാൽ ബെൽറ്റ് ഇട്ട ഒരു പട്ടി വന്നു കഴിഞ്ഞാൽ അതിനൊരു ഒരു ഇത് കൊടുക്കുന്നല്ലോ അല്ലെ. അതേ കാര്യം എന്താണ്? അതിനൊരു ബോസ് ഉണ്ട്. കാര്യം ഇതിന് ഒരു പ്രത്യേക അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ല. അതൊരു പ്രത്യേക പർപ്പസിന് വരുന്നു, അത് കഴിഞ്ഞ് പോകുന്നു അല്ലെ. അതിനൊരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ
ബെൽറ്റ് ഇട്ടിട്ടുള്ള, അതായത് കണ്ടിമാല ധരിച്ച ആൾക്കാരെന്താണ്, ഒരു യജമാനൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ആ മാസ്റ്റർ ആരാണ്? ഗുരുവും ഭഗവാനുമാണ് അല്ലെ, ആ ഒരു മാസ്റ്റർ. അതാണ് അജാമിള മോക്ഷം എന്ന് പറയുന്ന ഭാഗവത്തിലെ കഥ. എഴുത്തച്ഛൻ എന്താണ് 4 ലൈനിൽ ഒഴുക്കി. വലിയൊരു ചാപ്റ്ററാണ്, 2-3 ചാപ്റ്റർ. അത് 4 ലൈനിൽ ഒതുക്കി. അടുത്തത്, കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്ത്യേന നീപത ശമിപ്പിച്ചതെന്തിനുഹ, നക്രേണകാൽ കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരി നാരായണായ നമാം. കഷ്ടം ഭവാനെ ഒരു പാണ്ഡ്യരാജാവ് ഭജിച്ചു. ആ പാണ്ഡ്യരാജാവിന്റെ പേരാരാണ്? ഇന്ദ്രദ്യുമ്ന മഹാരാജാവ്. അഗസ്ത്യേന, സ്വന്തം ഗുരുവായ അഗസ്ത്യനെ വിട്ടിട്ട് ശപിപ്പിച്ചു. അഗസ്ത്യൻ എന്താണ്, ഇദ്ദേഹം വിഷ്ണു പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം ഗുരു വന്നപ്പം അറിഞ്ഞില്ല, എണീറ്റില്ല. അതിനുവേണ്ടിട്ട് അഗസ്ത്യൻ എന്ത് ചെയ്തു, നീ അനങ്ങാപ്പാറയായിട്ട് ഇരിക്കുകയല്ലേ, ഗുരു വന്നിട്ട് അനങ്ങാതെ. അതുകൊണ്ട് ഒരു എന്താണ് ഈ പറഞ്ഞാലൊന്നും ഉൾക്കൊള്ളില്ലാത്ത ജീവി ഏതാണ്, കേൾക്കുകയും അനുസരിക്കാതെ ആന അല്ലേ. അപ്പൊ അതുപോലെ ഇനി ഒരു ആനയായി പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, ശിഷ്യൻ പറഞ്ഞു, ഞാനിത് അങ്ങ് വന്ന് അറിഞ്ഞില്ല, ഞാൻ വിഷ്ണു പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അഗസ്ത്യ മുനിക്ക് വളരെയധികം ദുഃഖം തോന്നി. കാര്യം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആള്, എന്താണ് പരിസരം മറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളെ ഞാൻ ശപിച്ചല്ലോ എന്നോർത്ത്. അപ്പോൾ മനസ്സിലായത് ഭഗവാന്റെ നിശ്ചയം തന്നെയാണ്. ഭഗവാനെ എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം എന്ത് പറഞ്ഞു, സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് നിന്നെ മോചിപ്പിക്കും, നീ ഒരു സാധാരണഗതിയിലുള്ള ആനയായിട്ടല്ല ജനിക്കാൻ പോകുന്നത്, ഗജേന്ദ്രനായിട്ട് ജനിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗജേന്ദ്രനായിട്ട് ജനിച്ചു. അവസാനം എന്താണ്, ഇവർ ടൂറിന് പോയപ്പം ഒരു പൊയ്കയിൽ ഇറങ്ങി ഒരു മുതല വന്ന് കാലയെ കടിച്ചു. 1000 വർഷത്തോളം മുതലയായിട്ട് വഴക്ക് പിടിച്ച് അവസാനം എന്ത് ചെയ്തു, ഭഗവാൻ വന്ന് ഈ ഗജേന്ദ്രനെ മുതലയെ എന്ത് ചെയ്തു, സുദർശനം കൊണ്ട് വധിച്ചു. എന്നിട്ട് എന്താണ്, ഗജേന്ദ്രന്റെ ആത്മാവ് എടുത്തുകൊണ്ട് ഭഗവാൻ ധരാരമ സമേതനായിട്ട് നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് അല്ലെ. ഭഗവാൻ തന്നെ ആത്മാവ്, വിഷ്ണു പാർഷദന്മാരെ അല്ല വിട്ടത്, ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതാണ് ഭഗവാന്റെ കാരുണ്യം. അതാണ് പറഞ്ഞിരിക്കുന്നത്. കഷ്ടം അല്ലയോ, എന്തൊരു കഷ്ടമാണ്, ഭഗവാനെ ഒരു പാണ്ഡ്യൻ ഭജിച്ചു. അപ്പൊ എന്ത് എഴുതു, എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്ന കാവ്യാത്മൻ, നീ അഗസ്ത്യനെ വിട്ടിട്ട് അവനെ കൊണ്ട് ശപിച്ചു. ഭഗവാനെ ഭജിച്ചാൽ എന്താണ്, ശാപം കിട്ടുമോ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് അല്ലെ. കഷ്ടം ഭവാനെ ഒരു പാണ്ഡ്യൻ ഭജിച്ച അളവ് അഗസ്ത്യേന നീബത ശപിപ്പിച്ചത് എന്തിനിഹ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. നക്രേണ കാൽക്കഥ, എന്നിട്ട് തന്നെ നീ ഒതുങ്ങിയിരുന്നോ. നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും, എന്നിട്ട് നീ വീണ്ടും ഒരു പ്രവൃത്തി ചെയ്തു. അത്രയും ഒക്കെ ചെയ്തിട്ടും എന്താണ്, ഒരു മുതലെ കൊണ്ടുവന്ന് കാലിൽ കടിപ്പിച്ചു. അത് ഓർക്കാവതല്ല ഹരിനാരായണൻ, എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ഇത്രയും വലിയ കാര്യമൊക്കെയാണ് ഭക്തന്മാർക്ക് സംഭവിക്കുന്നത് അല്ലെ. പരമഭക്തനായ ഇന്ദ്രദ്യുമ്ന മഹാരാജ വാനപ്രസ്ഥ അനുഷ്ഠിക്കുകയായിരുന്നു. രാജകാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അനന്തരാവകാശികളെ ഏൽപ്പിച്ചു. എല്ലാം ഉപേക്ഷിച്ചിട്ട് വനത്തിൽ വന്നിരിക്കുകയാണ് അല്ലെ. സന്യാസത്തിന്റെ ആ സ്റ്റേജിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ്. വാനപ്രസ്ഥ അനുഷ്ഠിച്ച സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. ഇതൊക്കെ ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഈ നടക്കുന്നത് എന്ന് പറയണം. അടുത്ത ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് ബാക്കി എന്തുകൊണ്ടാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലാകും അല്ലെ. അപ്പം ഹരേ കൃഷ്ണ, നമുക്ക് ആ പുരുഷോത്തമ മാസത്തിലെ ആ ശ്ലോകങ്ങള് ഒന്ന് ജപിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ശ്രീ രാധാ പുരുഷോത്തമ ഭഗവാൻ की जय, पुरुषोत्तम महामहोत्सव की जय, പുരുഷോത്തമ ആരതി की जय, അനന്തകോടി വൈഷ്ണവന്തി की जय. ഇന്ന് ഞാനൊരു കാര്യം എല്ലാരും ഉള്ളപ്പോ പറയാനിട്ട് പോയി. നമ്മുടെ രതിദേവി മാതാജിയുടെ അനുജൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് മാതാജിയുടെ ഒരു മെസ്സേജ് ഞാൻ ഇപ്പോഴാണ് കേട്ടത്. അപ്പൊ മാതാജി അവിടെയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ ഇന്നത്തെ ജപവും അതുപോലെ നമ്മൾ ഇനി 3 റൗണ്ട് നമ്മൾ ജപിക്കാൻ പോവാണ്. അതും ആ ഒരു മാതാജിയുടെ അനുജന്റെ ആ ഒരു ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച പ്രധാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. 12 കോടി വൈഷ്ണവർക്ക് കീ ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.